ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലോ, ജീവിതം അലങ്കോലപ്പെട്ടല്ല. ഫസ്റ്റ് എയ്ഡ് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഇപ്പം നിങ്ങൾ ആർക്കും വേണ്ട, വീട്ടിൽ തന്നെ നിങ്ങൾക്കൊരു വിലയില്ലെന്ന് വിചാരിച്ചോ. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. എന്താ കാര്യം എന്നറിയാവോ? നമ്മൾക്ക് വേണ്ടി വില കൊടുത്തവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഈ ചുഷ്ടം പോലുള്ള മനുഷ്യർ, നാളെ ചത്തുപോണ മനുഷ്യർ നമ്മളെ വില കൽപ്പിച്ചിട്ട് നമുക്ക് എന്നാ കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. ക്ലിയർ അല്ലേ? നാളെ ചത്തുപോണ ആൾക്കാർ നമ്മൾക്ക് വില കൽപ്പിച്ചതെന്ത്, കൽപ്പിച്ചില്ല എന്ത്? നമ്മളെ വില കൽപ്പിച്ചവൻ നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ട്. അവൻ്റെ രക്തം നൽകാൻ കൊടുത്തിട്ട് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹത്തിന് കരുതലിന് നന്ദി പറയുന്നു. സ്വരത്തിലെ ആരാധന പാടും മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മളിൽ എനിക്ക് തോന്നി, എനിക്ക് മനസ്സിലായിരിക്കണതാണ്. ഇപ്പം നമ്മൾ വളരെ ക്ഷീണിച്ച്, ഞാനൊരിക്കൽ ഈ മല കയറാൻ പോയി, മലയാറ്റൂർ മല. അപ്പോൾ എൻ്റെ 2-3 സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മല കയറി അവിടെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് തളർന്ന്, എനിക്ക് തോന്നുന്നു ഞാൻ തലകറങ്ങിപ്പോന്ന് വിചാരിച്ചോണ്ട് ഞാനൊരു പാറപ്പുറത്ത് അവിടെ ഇരുന്ന ഉടനെ, മുകളിൽ എത്തിയിട്ടില്ല, ഇനിയൊരു 1/2 കിലോമീറ്റർ മറ്റും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യനിക്ക് കുരുവില്ലാത്ത ഒരു മുന്തിരിങ്ങ തന്ന, വലിയത്, ഈ നമ്മുടെ കുരുവില്ലാത്ത വലിയ മുന്തിരിങ്ങ തന്നു. ഒരെണ്ണേ തന്നുള്ളൂ. ഞാൻ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്റ്റാമിന കിട്ടി. ഞാൻ പിന്നെ ബാക്കിയുള്ളത് ഈസിയായിട്ട് കയറി. ഇതുപോലെയാണ് ജീവിതത്തിൽ തളർന്നിരിക്കുമ്പോൾ നമ്മളൊരു സാക്ഷ്യം കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ദൈവം അവർ പാവപ്പെട്ടവരായിരിക്കും സാക്ഷ്യം പറഞ്ഞത്. ഈ ദൈവം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പം ഞാനും ഇതുപോലെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ബൈബിള് നമ്മളെല്ലാവരും വിശ്വാസമെന്ന് പറയണ പോലല്ല ബൈബിൾ വിശ്വാസമെന്ന് പറയണത്. ബൈബിൾ വിശ്വാസമെന്ന് പറയണത് നമ്മൾ പറയണ ഒരു വിഷയമല്ല, അത് വേറെ ഒരു വിഷയമാണ്. നമ്മൾ വിശ്വസിക്കുന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31-32 വചനങ്ങൾ വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന പാടും മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടും മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. നമ്മളിപ്പോൾ ഈ പാട്ട് പാടി കർത്താവിലേക്ക് ഞാൻ കൈ നീട്ടിയപ്പോൾ കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഒരു ഞണ്ട് ഇങ്ങനെ അത് ചത്ത് മലർന്ന് കിടക്കണതാണ്. അപ്പോൾ ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണേ, നിങ്ങൾ തീർത്ഥാടനത്തിലുള്ള നിങ്ങളും ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ? ഞണ്ടെന്നൊക്കെ പറയണത് ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഒരു അടയാളമാണ്, മെഡിക്കൽ അടയാളമാണ്. അപ്പം അതിൻ്റെ അർത്ഥം കർത്താവ് ക്യാൻസർ രോഗികളെ ഈ കൂട്ടായ്മയെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം. സന്ദേശത്തിനും സാന്നിധ്യത്തിനും നന്ദി പറയുന്നു. നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചോ, ഇന്ന് മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളാണ്. ഇന്ന് ഡിസംബർ 8-ാം തീയതിയാണ്. ഒരു 2-3 മാസത്തിന് ശേഷം 7 പേര് ഈ മെസ്സേജിൽ ക്യാൻസർ സുഖപ്പെട്ടതിന് ഈ ആൾക്കാരെ സാക്ഷ്യം പറഞ്ഞിരിക്കാം. ജീവന്റെ
തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം കേൾക്കാം. മത്തായി 21, 31, 32 തിരുവചനങ്ങൾ. ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്കവിധം അനുദപിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഈ വചനത്തിൻ്റെ ഒരു പോക്ക് കണ്ടില്ലേ? ഡിസംബർ 7-ാം തീയതി ഇന്നലെയായിരുന്നു. ഇന്നലെ വെളുപ്പിന് ഈശോ പറഞ്ഞൊരു വചനമാണിത്. എല്ലാ കാലങ്ങളിലും മാതാവിൻ്റെ 2 ദിവസങ്ങളിലാണ് വെളിപാടുണ്ടാകുന്നത്. അത് സ്വപ്നമായിട്ടുണ്ടാകും, ദർശനമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ട് ഇൻസിഡൻറ്റിൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ മെസ്സേജ് ഉണ്ടാകും. ഇങ്ങനെ ദൈവത്തിൻ്റെ അനുഭവങ്ങൾക്ക് ഈ കാലത്ത് ഒരു പഞ്ഞവുമില്ല. പഞ്ഞം നമ്മൾക്കുണ്ടാകുന്നതാണ്. നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ അടയാളങ്ങളോ അക്ഷരങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം. ദൈവികമായ വെളിപാടുകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. കാര്യം എനിക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു, മാതാവ് വെളുപ്പിനെ സംസാരിക്കുമെന്ന്. കുറേ വിഷയങ്ങൾ സംസാരിച്ചു. ഞാൻ നോട്ട് ബുക്ക് 3 പേജ് എഴുതിയിട്ടുണ്ട്. 3 പേജ് എഴുതിയിട്ടുണ്ട്. അതിലൊരു വിഷയം അവസാനം, ആ മെസ്സേജുകളെല്ലാം അവസാനിക്കേണ്ടത് ആ സമയത്ത് ഈ മെസ്സേജിനെ സ്ഥിരീകരിക്കാനുള്ള വചനം വിശ്വാസ പ്രമാണം ചൊല്ലി എടുത്തപ്പോഴാണ് എനിക്ക് ഈ വചനം കിട്ടിയത്. ഏതാണ്? മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31, 32 തിരുവചനങ്ങൾ. ഒന്ന് വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. ഇത് ഉടമ്പടിയുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള വാക്കാണെന്ന് തോന്നണം. കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. യോഹന്നാൻ, ഈശോ പറഞ്ഞ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. സുവിശേഷത്തിന് പല മാർഗമുണ്ട്. ഭക്തിയുടെ മാർഗമുണ്ട്, അതാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. നീതിയുടെ മാർഗമുണ്ട്, അതാണ് ഉടമ്പടി മാർഗം. അവൻ പറയണ പോലെ ചെയ്യുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന മാർഗം, പ്രവർത്തനത്തിൻ്റെ മാർഗമാണ്. അതിന് ബൈബിൾ വിളിക്കുന്ന പേര് നീതിയുടെ മാർഗം എന്നാണ്. എന്താ കാര്യം? പട്ടാളക്കാർ വന്ന് യോഹന്നാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പട്ടാളക്കാർ വന്ന് ചോദിച്ച്, ഞങ്ങൾ എന്താണ് പശ്ചാത്താപിക്കുക, ഞങ്ങൾക്ക് പശ്ചാത്താപമുണ്ട്, പക്ഷേ പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വാട്ട് വി ഷുഡ് ഡു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടണം. അതാണ് നീതിയുടെ മാർഗം. ആരെയും ഭീഷണിപ്പെടുത്തി കോഴ വാങ്ങിക്കരുത്. കണ്ടാ, ഇതാണ് നീതിയുടെ മാർഗം എന്നാണ്. അതാണ് ഈശോ പറയണത്. യോഹന്നാൻ്റെ പ്രഭാഷണം അതുപോലെ അക്സെപ്റ്റ് ചെയ്തിരിക്കണം കർത്താവ്. അപ്പോൾ ഓരോരുത്തരും യോഹന്നാൻ്റെ അടുത്ത് വന്നിട്ട് ആ ടേക്ക് ദ വേർഡ്, ആ ഭാഗങ്ങളൊന്നും എടുത്തേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ആരാധന മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടും മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടും മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. എന്നുമെന്നും
തീർന്നവനേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 3:14. ലുക്ക 3:14. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഇതാണ് നീതിയുടെ മാർഗം. എല്ലാ പ്രൊഫഷനും ഒരു മാർഗമുണ്ട്. ഇപ്പം നിങ്ങൾ അധ്യാപകരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നേഴ്സാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പ്രൊഫഷൻ അതാണ്. ആ പ്രൊഫഷന് അതിൻ്റെ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് വിട്ട് നിങ്ങളെ അധപ്പതിക്കരുതെന്നാണ് ഈ പറയണത്. അതാണ് നീതിയുടെ മാർഗമെന്ന് പറയണത്. ഇപ്പം നിങ്ങളൊരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്, ഡോക്ടറാണ്. അപ്പോൾ നിങ്ങളൊരു ഈ അഫയേഴ്സിൽപ്പെട്ടവർക്ക് അബോർഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ 2-3 ലക്ഷം രൂപ തരും രക്ഷപ്പെടാൻ വേണ്ടി. ആരെങ്കിലും ചെയ്യട്ടെ, നിങ്ങളെന്തിനാണ് ആ രക്തത്തിൽ പങ്കെടുക്കണത്? മനസ്സിലായില്ലേ? അതാണ് നീതിയുടെ മാർഗം. ഇപ്പം നിങ്ങൾ ഡോക്ടറാണ്. ചില ഡോക്ടർമാർ ഇങ്ങനെ അബോർഷൻ ക്ലിനിക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ. രഹസ്യമാണ്, പുറത്ത് എഴുതി വെച്ചിട്ടില്ല, പക്ഷേ രഹസ്യമാണ്. ആര് വന്നാലും ഇപ്പം ഈ ലവ് അഫയേഴ്സിനും കമിതാക്കൾക്ക് അറിയാം എവിടെയാണ് അബോർഷൻ നടത്തണമെന്ന്. അപ്പോൾ അവർ ആ സ്ഥലത്തേക്ക് പോകും. അവർക്ക് വേറെ ഒരു ചികിത്സയും വേണ്ട, ഈ കുഞ്ഞുങ്ങളെ കൊന്നു കൊടുത്താൽ മതി. അതിനേക്കാൾ നല്ല അവർ ഇറച്ചിക്കട നടത്തണമാണ്. അതാണ് വിഷയം. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രൊഫഷണൽ ജസ്റ്റിസ് ഉണ്ട്. ഈ പ്രൊഫഷണൽ ജസ്റ്റിസ്, അതാണ് യോഹന്നാൻ നിങ്ങളെ നീതിയുടെ മാർഗത്തിലൂടെ അദ്ദേഹം സുവിശേഷം കൈമാറിയപ്പോഴേ അത് സത്യസന്ധമായിട്ടാണ് കൈമാറിയിരിക്കുന്നത്, അല്ലാതെ സുഖിപ്പിച്ചല്ല. ആൾക്കാരെ സുഖിപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്ത് അനുദപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം ഇങ്ങനെ ആനക്കൂന തരുമെന്നല്ല പറഞ്ഞത്. സത്യസന്ധമായ സുവിശേഷം നീതിയുടെ മാർഗമാണ്. ഉടമ്പടി അന്വേഷിക്കുന്നത് ഈ നീതിയുടെ മാർഗമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സിമി എന്നും പറഞ്ഞൊരു സീനിയർ നേഴ്സ്, ഇംഗ്ലണ്ടിൽ 20 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന സീനിയർ നേഴ്സിൻ്റെ സാക്ഷ്യം ഇന്ന് അപ്പീലുണ്ട്. പെട്ടെന്നാണ് റീച്ച് ചെയ്യുന്നുണ്ടത്. 11,000 ആയെന്ന് തോന്നണം പെട്ടെന്ന്. കാര്യം സത്യസന്ധമായ വെടിച്ചില് സാക്ഷ്യമാണ്. എന്താ സിമി പറയണത്? എന്താണ് സിമി ഒരിക്കൽ ഇവിടെ വന്ന് എങ്ങനെ വന്നതാണ്? മാതാവിൻ്റെ അടുത്ത് അവളുടെ അമ്മ നേർച്ച നേർന്ന്, ആ സഹോദരിയുടെ അമ്മ നേർച്ച നേർന്ന്. അപ്പം അമ്മയോട് പറഞ്ഞ്, ഞാൻ ആവശ്യമായിട്ട് പള്ളിയും പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്, അമ്മ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് നേർച്ച ഒന്നും നേരണ്ട, ഇങ്ങനെ ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രത്തിൽ എന്നെക്കുറിച്ച് നടക്കേണ്ട കാര്യമെല്ലാം ഉണ്ട്. അമ്മയെ വഴക്കിട്ടുകൊണ്ടാണ് അവരിവിടെ വരണത്. ഇവിടെ വരുമ്പോൾ കോവിഡായിരുന്നു. കോവിഡിൻ്റെ ടൈം കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയ കോവിഡ് മാന്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ എന്തോ കാര്യം ഉടമ്പടിയെക്കുറിച്ച് അറിയത്തില്ല അവർക്ക്. എന്തോ എഴുതി കൊടുക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് പെട്ടിയിടുന്ന പരിപാടിയാണെന്നാണ് അമ്മ ധരിച്ചത്. അപ്പോൾ അമ്മ എന്തോ എഴുതി കൊടുത്ത് ഇവിടുത്തെ സിസ്റ്ററിന് കൊടുത്ത്. അപ്പോൾ അന്നുണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞ്, ചേച്ചി ഇത് ഇപ്പോഴല്ല ചെയ്യണത്, കുറച്ച് ടൈം എടുക്കും, ഇപ്പം ഇങ്ങനെ എഴുതിയിട്ട് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിമി അവിടെ നിന്ന് വെച്ചാൽ പറഞ്ഞു, ഇതെന്താ മാതാവ് ഇപ്പം സ്വീകരിക്കത്തില്ലേ, മാതാവ് എന്താ അവധിക്ക് പോയിരിക്കണമെന്ന് ചോദിച്ചു. തോന്നിയ ചോദിച്ചതാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നും പെട്ടെന്ന്, അവരുടെ ഒരു മെൻ്റൽ സ്റ്റേച്ചർ അനുസരിച്ചുണ്ട്. പക്ഷേ പിന്നെ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് പിന്നെ ഇവർക്ക് 1 by 1 ആയിട്ട് പ്രോബ്ലമായി. പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിപ്പം നിങ്ങളറിയാം, ഇപ്പോൾ ലോകത്തിലുള്ള ഒത്തിരിയേറെ മനുഷ്യർ കാര്യങ്ങളറിയാതെ കൃപാസനം മാതാവിനെയും കൃപാസനം മാതാവ് എന്ന് പറയണത്, കൃപാസനം പത്രം എന്ന് പറയണത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്ദേശം ലോകത്തിലെത്തിക്കാനുള്ള ദൈവത്തിൻ്റെ കൈകളാണത്. ഞങ്ങൾക്കതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. സഭയുടെ അകത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് നല്ല സമ്മർദ്ദമായിരുന്നു ഈ പത്രത്തിൻ്റെ വിഷയം വന്നപ്പോഴേ. ഇവിടെയുള്ള എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു വെച്ചാൽ ഒരു പത്രം കൊടുക്കാച്ചാന്ന് പറയും. ഒരു പത്രമില്ല കൊടുക്കാൻ പറ്റത്തുള്ള ആൾക്കാർക്ക് എങ്ങനെയാ അച്ഛൻ 9 പത്രം കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യത്തുള്ളൂ, നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞോ,
നിങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞോ? ഇല്ല. 87-89 എന്നോട് ആ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ആ കൃപാസനം ഉടനെ സ്ഥാപിച്ചിട്ട് നിങ്ങളെ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പം ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കണ്ണി കണ്ടവരെ, ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു കൃപാസനത്തിലേക്ക് ചേർത്തു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സംഘടന നമുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചതല്ല. അപ്പോഴങ്ങനെ വിളിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് എല്ലാ കാര്യങ്ങളും, മാതാവിൻ്റെ പ്രത്യക്ഷീകരണവും അതിനുശേഷം ഉണ്ടാകുന്ന ഉടമ്പടിയും ഒക്കെ ദൈവിക വെളിപാടാണ്. ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങളോട് കർക്കശ്യമായ നീതി പുലർത്തുമ്പോൾ ദൈവം എന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് കാലാകാലങ്ങളിൽ ദൈവം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, പ്രത്യക്ഷീകരണം നടന്നിട്ട് 10 കൊല്ലമായില്ലേ, ഇന്ന് മറ്റേത് നീ ചെയ്താ, അതുകൊണ്ട് നീ ഇനി പണിക്ക് നടക്കണ്ടേ എന്ന് പറഞ്ഞ് എന്നെ ആട്ടി ഓടിച്ച പോലെ വാടിപ്പെട്ട് ഓടിച്ചതാണ്. എനിക്ക് അകത്ത് കയറാൻ അനുവാദമില്ല. നിങ്ങളോടൊക്കെ ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ 5 മിനിറ്റിനുള്ളിൽ ദൈവം എന്നെ അവിടെ കയറ്റിയില്ലെങ്കിലും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്ന്, ഞാൻ കാറിൽ തിരിച്ച് കാറ് ഇങ്ങോട്ട് വളഞ്ഞപ്പോൾ തന്നെ, കേരളത്തിലേക്ക് വളഞ്ഞപ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ എല്ലാ ദിവസവും വെളുപ്പിനെ 5 മണിക്ക് അച്ഛൻ ചെല്ലത്തില്ലേ, 20-ാം വർഷം ആ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത്. അത് ചെറിയ പ്രത്യക്ഷ പ്രാർത്ഥന ഇരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യത്തേത് ദശക പ്രാർത്ഥന. ഇപ്പോൾ ദശകം 20 വർഷമായതിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അമ്മ ഉടമ്പടിയെക്കുറിച്ച് പറയണത്. ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഉടമ്പടി നീതി, യോഹന്നാൻ്റെ നീതിയുടെ മാർഗമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നാണ് പറയണത്. ഇപ്പം പറഞ്ഞു കേട്ടില്ലേ, ഇന്നലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വെളിപ്പാൻ കാലമാണ്. എന്താ പറയണത്? ഉടമ്പടി നീതിയുടെ മാർഗമാണെന്ന് ജനങ്ങളോട് നീ പറയണം. അല്ലാതെ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കരുത്. വീട്ടിൽ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ആരും മസിൽ പിടിക്കേണ്ട കാര്യമില്ല. അതാണ് പച്ചക്ക് പറയുകയാണ് സംഭവം. ജീവിതം കറക്റ്റ് ചെയ്യാതെ പ്രാർത്ഥിച്ച് മാത്രം ഇരുന്ന പിച്ചുമ്പയും പറഞ്ഞ ആൾക്കാർ പോലെ ഇരിക്കും. ഉടമ്പടി ഒരു പ്രാർത്ഥനയുടെ മാർഗമല്ല, മറിച്ച് എന്താണ്, അത് പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ബേസിക്കായിട്ട് നീതിയുടെ മാർഗമാണ്. ഒന്നൊരു വായിച്ചമാറ്. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. ഇതാണ് പ്രശ്നം. ഉടമ്പടി മാർഗത്തിലൂടെ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് പക്ഷേ ഉടമ്പടി ചെയ്ത കുറേ ആൾക്കാർ ദൈവം വിശ്വസിക്കണില്ല. ഇതാണ് ഇതിൻ്റെ ട്രാജഡി. ഉടമ്പടി ചെയ്ത അണ്ണന്മാർ കേൾക്കണം കേട്ടോ. ഉടമ്പടി ചെയ്ത 50% പേരെയെങ്കിലും ദൈവം വിശ്വസിക്കണില്ല. എന്താ കാരണം? യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ വന്നു. വായിച്ചോ. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പട്ടാളക്കാരും അത് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യോഹന്നാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. കിമ്പളം മേടിക്കാനല്ല ഭീഷണിപ്പെടുത്തുന്നത്. എല്ലാ വീടുകളിലൊക്കെ കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പം എടുത്തുകൊണ്ട് പോവുക. അന്നത്തെ പട്ടാളക്കാരുടെ മെയിൻ പരിപാടിയായിരുന്നു. വസ്ത്രം എടുത്തുകൊണ്ട് പോവുക, പെണ്ണുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുക. ഇതാണ് അവരുടെ അഴിമതി. അന്നത്തെ റോമാൻ പട്ടാളക്കാരല്ലേ, അവരുടെ അഴിമതി അതാ, നമ്മൾ കണ്ടതാണത്, ബൈബിളുണ്ടത്. അപ്പോൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. പിന്നെ എന്താണ്? വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. അത് നിസ്സാര കാര്യമല്ല. അതാണ് അതിന് ദൈവം പറയണത്. ഇപ്പം നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നു എങ്കിലും നിങ്ങളെ കിമ്പളം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കിമ്പളം വാങ്ങിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും, യോഹന്നാൻ എന്താ പറയണമെന്നറിയാവോ? എന്തുകൊണ്ട് കിമ്പളം വാങ്ങിക്കേണ്ടെന്നാണ് പറയണമെന്നറിയാവോ? അതായത് നിങ്ങളുടെ ശമ്പളം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണല്ല. ഇപ്പോൾ 1,00,000 രൂപ ശമ്പളമുള്ള ആളിനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഈ നക്കാപ്പിച്ച ധർമ്മച്ചട്ടിയിലേക്ക് കൈയിട്ട് വരണത്? എന്താണ്? അയാൾക്ക് തൃപ്തിയില്ല. അവർക്ക് തൃപ്തിയില്ലെങ്കിലും ഇത് ഒരു മാനസിക രോഗമാണ് തൃപ്തിയില്ലെന്ന് പറയണത്. അല്ലാതെ അത് ഒരു മാനുഷിക പ്രശ്നമല്ല. തൃപ്തിയില്ലെന്ന് പറയണത് ഒരു മാനസിക രോഗമാണ്. എന്താ കാര്യം? ഒരു ലേഡി
ഒരു 10-40 വയസ്സുള്ള ലേഡിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടാമെന്നറിയത്തില്ല. അവർ പറയണത്, ഞാൻ ആഫ്രിക്കക്കാരുമായിട്ട് ശയിച്ചിട്ടുണ്ട്, പോരെ ഇന്ത്യക്കാർ, എന്നിട്ട് ഇംഗ്ലീഷുകാർ, ഒരു ലേഡി പച്ചക്ക് പറയണ അവിടെ ഇരുന്നുണ്ടേ, ഈ ലോകത്തിലുള്ള ഓരോ രാജ്യത്തിലുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് ശാരീരിക ബന്ധമുണ്ടെന്നാണ്, എന്നിട്ടും ഈ ആൾക്ക് തൃപ്തിയില്ല. അതൊരു മാനസിക രോഗമാണ്. സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നിങ്ങൾ അവറേഷൻസ് കാണിക്കുമ്പോഴേ, സെക്ഷൽ അവറേഷൻ ആയാലും ശരി, നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ പറ്റണില്ല എങ്കിൽ അതിന് നിങ്ങൾ ബാക്കി ഒരു ഔട്ട് പോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയാവോ? അങ്ങനെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായാൽ എത്ര ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലും ശരി, സ്റ്റെപ്പിനി ഉണ്ടാക്കിയെടുത്താലും നിങ്ങളുടെ ആർത്തി തീരത്തില്ല. ആർത്തിക്ക് അഭിഷേകമാണ് മരുന്നെന്ന് പറയണത്. ആർത്തിക്ക് മരുന്നില്ലല്ലോ, ആർത്തിക്ക് മരുന്നില്ല. ആർത്തിക്ക് മരുന്ന് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. അതിന് അഭിഷേകമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് 5 ഭർത്താക്കന്മാരുണ്ട്. സ്ത്രീയോട് ഈശോ എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. അതല്ലേ 4:13 എടുത്തേ. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അല്ല, 5 ഭർത്താക്കന്മാരെ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയോടാണ് ഈശോ പറയണത്. എന്താ പറയണത്? നിനക്ക് 6 അല്ല 60 ഭർത്താവ് ഉണ്ടായാലും പിന്നെ ഈ കലാപരിപാടി തുടങ്ങിക്കൊണ്ടേയിരിക്കും, വീണ്ടും ദാഹിക്കും. പിന്നെ എന്തായാലും മറുപടി ഉണ്ട്. എന്താ ചെയ്യണത്? എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അതായത് തന്നിൽ വിശ്വസിക്കാതിരുന്നവർ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനിത് പറഞ്ഞത്. അതാണ് അഭിഷേകത്തിൻ്റെ ആത്മാവ്. അല്ല, എൻ്റെ മക്കളെ, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ പെട്ടിരിക്കണമെന്ന് വിചാരിച്ചോ? പെട്ടിരിക്കണം. നിങ്ങൾക്ക് വേണ്ടത് അഭിഷേകമാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ ഈ വിഷയം, അതായത് ഇപ്പോൾ ആകുലത ആയാലും ശരി, റെക്കറിങ് ആയിട്ടൊരു ആകുലത ഉണ്ടാവണമെന്ന് വിചാരിച്ചോ? ആ ആകുലത ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അതേപടി പച്ചക്ക് നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആകുലതകൾ മാറ്റാൻ. ഇപ്പം സെമിയുടെ സാക്ഷ്യം അങ്ങനെയാണ്. സെമി എന്താ പറയണത്? ഇങ്ങനെയുണ്ടല്ലോ, എൻ്റെ മകനെ കൊണ്ടുപോയി ഞാൻ സ്കൂളിൽ ചേർത്തപ്പോഴുണ്ട് അവർ പറഞ്ഞ് അവർ കുഞ്ഞിനെ കൗൺസിൽ ചെയ്യും. അവിടുത്തെ സിസ്റ്റം അതാണ്. നമുക്ക് കണ്ട സ്കൂളിൽ കൊണ്ട് കാശ് കൊടുത്തിട്ട് ചേർക്കാൻ പറ്റത്തില്ല. കൊച്ചിനെ ആദ്യം ഒരു കൗൺസിലിംഗ് ബോർഡിന് ഹാജരാക്കണം. കുഞ്ഞിൻ്റെ IQ അവർ പരിശോധിക്കും. എന്നിട്ട് അവന് പഠിക്കാനുള്ള സ്കൂൾ അവർ നിശ്ചയിക്കും. കാര്യം മനസ്സില്ലേ? സിസ്റ്റത്തിൻ്റെ പൊക്കതാണ്, നമ്മുടെ സിസ്റ്റം അല്ലാതെ. കുഞ്ഞിൻ്റെ IQ എന്താണെന്ന് നോക്കിയിട്ട് അതിനൊരു കോമൺ ബോർഡിനെ കൊണ്ടേ കൊടുക്കും. ആ ബോർഡിൽ ഇവനെ എഴുതിച്ചും വായിച്ചും സംസാരിച്ചും ഇവൻ ചിരിക്കുന്നുണ്ടോ, ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടോ, ഇവൻ തമാശ പറയുമ്പോൾ ചിരിക്കുന്നുണ്ടോ, അതാ നിസ്സാര കാര്യത്തിന് ഇവൻ്റെ EQ ഒക്കെ, ഇമോഷണൽ കോഷൻസൊക്കെ പോയി കിടക്കുകയാണ്. ഇതെല്ലാം നോക്കിയിട്ടാണ്, ഇവൻ്റെ മെൻ്റൽ സ്റ്റേച്ചറൊക്കെ നോക്കിയിട്ടാണ് ഇവൻ്റെ സ്കൂൾ നിശ്ചയിക്കണവർ. അങ്ങനെ സ്കൂൾ നിശ്ചയിക്കുമ്പോൾ കേരളത്തിലുള്ളതുപോലെ നല്ല സ്കൂൾ ഇവർക്ക് കിട്ടിയില്ല. ഇവർ വിചാരിച്ചത് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്കൂളിൽ പഠിപ്പിക്കാമെന്ന്. പക്ഷെ അവിടെ നടക്കത്തില്ല. കൊച്ചിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ പഠിപ്പിക്കൂ. ഇതോടുകൂടി ഈ സിമിയുടെ കൺട്രോൾ പോയി, സങ്കടമായി, ഭയങ്കര നിരാശയായി. ഇനി ഇവരിട്ടതൊരു 6ാം തരത്തിലുള്ള സ്കൂളിലാണ് വിട്ടിരിക്കുന്നത്. ആ സ്കൂളിലാണെങ്കിൽ അതായത് ഒരുമാരപ്പെട്ട പിള്ളേരൊക്കെ ഈ 2ാം ക്ലാസ്സുകാരെ ഡ്രഗ്സ് എടുക്കുന്ന സ്കൂളാണ്. സിഗരറ്റ് വലിക്കുന്ന 4ാം ക്ലാസ്സുകാരൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്കൂളിൽ ചെന്ന ഇവൻ മിക്കുവൻ്റെ കാര്യം പോക്കായിരിക്കും. അപ്പോഴങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര സങ്കടമാണ്. ഇവിടെ കണ്ണ് തോരണില്ല. മാതാവിനോട് തോന്നിയ ദിവസം പറഞ്ഞ് പോയതാണ്, മാതാവ് അവധിയിലാണെന്ന് പറഞ്ഞു പോയതാണ്. ഇവിടെ കണ്ണ് തോരണില്ല. പക്ഷെ നമ്മളുടെ സത്യസന്ധമായിട്ട് അവർക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത് ഒരു ക്രൈമൊന്നുമല്ല. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അതല്ല പ്രശ്നം. ഇവർ ബേസിക്കായിട്ട് നല്ല ലേഡിയാണ്. അവർക്ക് പള്ളിയും പ്രാർത്ഥനയും കൃപയും കുമ്പസാരമൊക്കെ ഉള്ളൊരു ലേഡിയാണ്. പക്ഷേ അവർക്ക് പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ ശരി, നമ്മുടെ സഭയിൽ തന്നെ കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ ഇല്ല. 50% പേര് അതിൻ്റെ അകത്തേക്ക് മൊബിലൈസ് ആയിപ്പോയിട്ടുള്ളൂ. ബാക്കി 50% ട്രഡീഷണലായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവർ. അപ്പോൾ ആരുടെ കുറ്റമല്ല, ആൾക്കാർക്ക് ചിലത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവളിങ്ങനെ പറഞ്ഞത് കാരണം ഇവൾക്ക് പിന്നീട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ സിമിക്ക് ഭയങ്കര സങ്കടമായി. അവർക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല. ഓർക്കുമ്പോഴൊക്കെ നെടുവീർപ്പും ഈ കുഞ്ഞിൻ്റെ ഭാവി എന്താണ് ഇനി എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ ആണ് പെട്ടെന്ന്
ഇവളോടത്ത് ദൈവമേ. അപ്പോൾ അമ്മ വിളിച്ചു, ഇവളുടെ അമ്മ വിളിച്ചു പറഞ്ഞു, നീ അന്ന് അസഭ്യം പറഞ്ഞു പോയ മാതാവില്ലേ, ആ മാതാവിൻ്റെ പത്രമൊക്കെ നീ കാണുന്നില്ലേ, എന്തുമാത്രം മനുഷ്യരാണ് അവിടെ പോയി രക്ഷപ്പെടണമെന്ന് നീ അമ്മ പറഞ്ഞു കൊടുക്കും. ഇപ്പോഴാണ് അവർക്കൊരു ബോധം വന്നത്. അപ്പോൾ ഉടനെ അവരെന്ത് ചെയ്യും, അവർ ഓൺലൈൻ ഉടമ്പടി എടുക്കും. മദറിനോട് സോറി പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കറിയാലോ ഓൺലൈൻ ഉടമ്പടിയിൽ ആകപ്പാടി ഇല്ലാത്തതായിട്ട് എന്താ ഉള്ളത്, നേർച്ച വസ്തുക്കൾ മാത്രമേ ഇല്ലാതുള്ളൂ, ബാക്കി എല്ലാം ഉടമ്പടി തന്നെയാണത്. സത്യസന്ധമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നവർ അത് അകലെ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഓൺലൈൻ ഉടമ്പടി എന്തിനാണ്? അന്റാർട്ടിക്ക പോലുള്ള ഒരു കാലത്ത് നാട്ടിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളത്. മാതാവിൻ്റെ മല പ്രത്യക്ഷ ഈ ഉടമ്പടി വെളിപ്പെടുത്തിയപ്പോൾ തന്നെ അതിൻ്റെ കൂടെ പടപടാന്ന് വെളിപ്പെടുത്തിയതാണ്. അല്ലാതെ പിന്നീട് ഞങ്ങളാരും ചിന്തിച്ച് ചെയ്തതൊന്നും അല്ല, ഇത് ചിന്തിച്ചോ ആലോചിച്ചോ ചെയ്തതല്ല. എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടറിന് ശരിക്കും വശമില്ല, മൊബൈൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പരിചയമുള്ളൂ. ഞാൻ ചുമ്മാ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മല പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഈ ഉടമ്പടി, നമ്മുടെ ഇന്നത്തെ ഉടമ്പടി 2015 അമ്മ വെളിപ്പെടുത്തിയത്. ആ 2016 കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഞാൻ ചുമ്മാ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു ലിങ്ക് കിട്ടി. ലിങ്ക് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ യോമളെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യോമള പറഞ്ഞു, അപ്പോൾ ഒരു ഡിക്സൺ എന്ന് പറഞ്ഞൊരുത്തന് ഇവിടെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അച്ഛൻ്റെ പത്രം ഉണ്ടല്ലോ, ഞാനത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് തരാം. ഞാൻ പത്രം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ അറിയത്തില്ല, അങ്ങനെ എറണാകുളത്തുകാരനാണ്, എവിടെയോ പള്ളിയിൽ നിന്ന് കൃപാസനം പത്രം കിട്ടിയ പുള്ളി വായിച്ച് നോക്കിയോ പുള്ളി പറഞ്ഞു, ഇത് ഇങ്ങനെയല്ല ഡിസൈൻ ചെയ്യേണ്ടത്. പുള്ളി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ആളാണ്, ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാളെ അമ്മ ലൈനിൽ കൊണ്ടുവന്നപ്പോൾ അത് ഈ ദിവസങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഉടനെ ഈ ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട ഈ ലിങ്ക് നോക്കിക്കേ, ഇതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറയണത്, ഞങ്ങൾ ഇവിടെ ഒരു മനുഷ്യൻ ഏത് കോണ്ടിനെൻറ്റിൽ നിന്നുകൊണ്ടും ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുകൊണ്ടും അവൻ്റെ പേരും അവൻ്റെ സങ്കടവും അവൻ്റെ അറ്റകൈ സമയത്ത് ഈ ലിങ്കിലോട്ട് അടിച്ചു കയറ്റിയാൽ ഇവൻ്റെ പേരിലൊരു തിരി തെളിഞ്ഞിട്ട് അവൻ്റെ പേര് തെളിയണം മാതാവിൻ്റെ മുമ്പേ, കൃപാസനം മാതാവിനെ ഉടനെ കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഇതിൻ്റെ ആസ്തി ഭദ്രത എന്ന് പറയണത് 97 മുതൽ ഞങ്ങൾ നടത്തി 87 മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള കടലിലെ കൺവെൻഷനും 10,000 മനുഷ്യരെ കേരളം മുഴുവൻ നടന്ന് ധ്യാനം നടത്തിയതും ഇവിടെ നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലയും ഞാൻ ഒരു രാത്രി മുഴുവനൊക്കെ ഇരുന്ന് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവനും. അങ്ങനെ 2004 മുതൽ 2018 കോടി വരെ ഇവിടെ ഈ എല്ലാ ദിവസവും രാത്രി 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ ആൾക്കാരെ കാണാൻ വേണ്ടി രാത്രി ഇരിക്കുമായിരുന്നു. ഇവിടെ തലയൊക്കെ പൊട്ടിപ്പോണ അവസ്ഥയിലാണ് ഞാൻ ഇവിടുന്ന് പോയി അമ്പലപ്പുഴ പോയി കുർബാന ചെല്ലണത്. അപ്പോൾ ഇങ്ങനെ കുറേ ത്യാഗങ്ങൾ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആസ്തിയിലായിരിക്കണം ജനങ്ങൾ തിരികെത്തിക്കേണ്ടത്. അവർക്ക് മെറിറ്റില്ലെങ്കിലും കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയിൽ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണം, അതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞ് ഉടനെ പുള്ളിക്കാരന് പെട്ടെന്ന് മാതാവ് ഇത് ദൈവം ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ പ്രോജക്റ്റും ഫണ്ടും പ്ലാനും ഫണ്ടും എല്ലാം ദൈവം ഇങ്ങനെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുടനെ ദൈവം ഉടനെ ആ മനുഷ്യനതൊരു ഐഡിയ കൊടുത്തു. പെട്ടെന്ന് അത് കത്തി. അങ്ങനെയാണ് ലൈറ്റ് ആൻഡ് പെർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഇന്നും ആൾക്കാർ പ്രശ്നം വന്ന ഉടനെ ലൈറ്റ് ആൻഡ് പെർ റിക്വസ്റ്റാണ് ചെയ്യുന്ന ആൾക്കാർ. അത് അകലെയുള്ള ആൾക്കാരാണ്. കൃപാസനത്തിൽ വന്ന് എത്തുന്നത് വരെയുള്ള സമയങ്ങളിൽ കൃപാസന അനുഗ്രഹത്തിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇവർ കോവിഡ് കാലത്ത് അമ്മ തന്നാണ് ഓൺലൈൻ ഉടമ്പടി. കോവിഡിനെ ഇങ്ങോട്ട് അടക്കാൻ പറ്റാത്തത് നിൽക്കാൻ നമുക്കിതെല്ലാം അടച്ചിട്ടൊക്കെയായിരുന്നു 1 കൊല്ലം 1.5 കൊല്ലമാവട്ടെ. അപ്പോഴാണ് അമ്മ ഓൺലൈൻ ഉടമ്പടി തന്നത്. ഓൺലൈൻ ഉടമ്പടി തന്നപ്പോൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു ഡെമോ ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു, അച്ഛാ ഇത് നമ്മുടെ യഥാർത്ഥ ഒറിജിനൽ ഉടമ്പടി പോലെ ഫലിക്കുമോ ഇത്? അപ്പോൾ ഞാനൊന്നും അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. കാര്യം നമ്മളെന്ത് കൃത്രിമമായിട്ട് രൂപം ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് വിചാരിച്ചത്. അവർ ഓൺലൈൻ തീർത്ഥാടന ഉടമ്പടിയാകുമ്പോൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, രോഗികളെ പോയി കാണണം, അങ്ങനെ എന്തുമാത്രം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം, കുറേ ചെയ്യാനുള്ള വർക്ക് എക്സർസൈസുകളില്ലേ, അതൊന്നും ഇതിനകത്തില്ലല്ലോ. ഞാൻ എല്ലാം ഇതിനകത്തുണ്ട്, ആൾക്കാർ ചെയ്താൽ മതി. കാര്യം നമ്മളെ എന്ത് ചെയ്യണം എന്നല്ല പ്രശ്നം, ആര് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട്
നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉടമ്പടിയിൽ വൈറ്റോ ബ്ലാക്കോ ആകണത് നിങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടമ്പടി ബ്ലാക്ക് ആക്കാൻ പറ്റും. എന്താ കാര്യം? അതുകൊണ്ടാണ് ഞങ്ങളെ ഈ 65 വയസ്സുകാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കാത്തത്. കാര്യം അവർ പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്യത്തുള്ളവർ. അവർ പ്രാർത്ഥിക്കുക, അവർ പത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയോ അതൊക്കെ വിശദീകരിക്കുക. ഒന്നാമത് അവർക്ക് പത്രം വായിക്കാൻ കണ്ണു കാണാൻ പറ്റില്ല. പലർക്കും സ്വന്തമായിട്ട് പത്രം വായിക്കാൻ കണ്ണു കാണാൻ പാടില്ലാത്ത ആൾക്കാരെങ്ങനെ പത്രം വായിക്കണത്? അവർ വായിക്കത്തില്ല, മനസ്സിലാക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയൊക്കെ എടുക്കണമെങ്കിൽ തന്നെ ഇവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ണ് ഡോക്ടറിനെ വെക്കേണ്ടതാണ് ഇവിടെ. കാര്യം അത് ശരിയായാൽ മാത്രമേ ബാക്കിയെല്ലാം ശരിയാകത്തുള്ളൂ. കാര്യം ഇവരെത്ര പേര് ഈ പത്രം വായിക്കുന്നുണ്ട്? ഈ 18 പത്രവും മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ എത്ര പേര് ആ പത്രം വായിക്കുന്നുണ്ട്? മറ്റുള്ളവൻ്റെ മേൽ വായിക്കുത്തി കയറണം എന്നല്ല, നിങ്ങളിത് വായിക്കുന്നുണ്ടോ? നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ പ്രധാന കുറിപ്പ് നിങ്ങൾ വായിക്കുന്നുണ്ടോ? നിങ്ങളിതൊന്നും വായിക്കാതെ ഈ കിട്ടിയ സംഭവം ഒരു കടമ നിർവഹിക്കണ പോലെ മറ്റുള്ളവന് മോന്തക്കെട്ട് എറിഞ്ഞും പോയി കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയും. ബ്ലാക്ക് കവനൻറ്റ്. അതാരാണ്? നിങ്ങൾ ബ്ലാക്ക് ആയത് കൊണ്ടാണ് കവനൻറ്റ് ബ്ലാക്ക് ആകണത്. വൈറ്റായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ അവരെടുക്കുമ്പോൾ അവരത് തന്നെ എല്ലാം മൊത്തം ഇരുന്ന് വായിക്കും. വായിച്ചതിന് ശേഷം ദൈവസ്നേഹം നിറയും. എന്നിട്ട് അവർ ദൈവത്തെക്കുറിച്ച് ആൾക്കാരോട് പറയും. അതാണ് വൈറ്റ് ഉടമ്പടി എന്ന് പറയണത്. അതിലേക്ക് വരണം. കാര്യം ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുകയും ദൈവത്തെ അവർ അറിയുകയും നീതിയുടെ മാർഗത്തിലേക്ക് സമൂഹം പരിവർത്തനം ചെയ്യപ്പെടണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പോൾ ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം സിമി നേഴ്സിൻ്റെ ഒരു നേച്ചർ എന്ന് പറയണത് അവർ ബേസിക്കായിട്ട് സീരിയസ് ആണ്. അതിന് ചിരിക്കത്തൊന്നുമില്ല. അവർ സീരിയസ് ആണ് വിഷയം. ചില ആൾക്കാരുണ്ടല്ലോ ഈ എപ്പോഴും നേച്ചർ സീരിയസ് ആയിരിക്കും. അത് ഒത്തിരി സംസാരിക്കത്തില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ സൗമ്യമായി സംസാരിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു ലീഡർഷിപ്പിന് പറ്റുന്ന ആളാണ്. ഇച്ഛാശക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇവരുടെ നേച്ചർ അനുസരിച്ച് ഇവർ സംഭവം ഏറ്റില്ലെങ്കിൽ ഒരിക്കലും ഏക്കത്തില്ല. ഏറ്റാൽ ഒരു 1.5 ഏപ്പായിരിക്കും. അങ്ങനെ ആൾക്കാരുണ്ട്. നമ്മുടെ എല്ലാ മനുഷ്യരും കാണാം. ചിലയൊക്കെ നമുക്ക് വയറ് നോക്കി മനസ്സിലാക്കാൻ പറ്റും എന്ത് ടൈപ്പാണെന്ന്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ആവശ്യമില്ലെങ്കിലും ചില കോളാന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അവരെ ഒന്നും ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല. ഒരു സാധനം ചെയ്യത്തില്ല. മടിയായിരിക്കും. ചെയ്യും. ഈ വവ്വാൽ കടിച്ച പോലെ കിടക്കും. ഈ വവ്വാൽ തങ്ങലിങ്ങൊക്കെ കടിച്ചിട്ട് അതിന് തിന്നാൻ പറ്റില്ല. അത് എൻ്റെ കയ്യും താഴെ വീഴും, താഴെ കിടക്കുകയും ചെയ്യും. അത് അങ്ങനെ പണ്ട് തല്ലി തങ്ങാൻ സാധനമില്ലേ നമ്മുടെ കേരളത്തിലെ ബദാം, അത് ഒരു സ്ഥലത്തിന് അവർ സത്യപ്പെടുത്താൻ പറ്റത്തില്ല. അവരിങ്ങനെ ചിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ടൂർ ഇങ്ങനെ കറങ്ങി കിടക്കും. ഇങ്ങനെ കൂട്ടായ്മയിലൊക്കെ ഈ കുത്തിയിരിക്കും. എന്തൊക്കെ കുറേ വെടി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പണി അവരെ ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല. കാര്യം അവരുടെ ബോഡി ആ ടൈപ്പാണ്. വിസറട്ടോണിക് എൻഡോമോർഫ് എന്ന് പറയും. അത് നമ്മുടെ ഈ നമ്മുടെ ഈ അണ്ടം വികസിക്കുമ്പോൾ തന്നെ അകത്തെ ചുവപ്പ് കാമ്പാണ് കൂടുതൽ പ്രിഡോമിനൻ്റായിട്ട് വളർന്നു വരണമെങ്കിൽ ആൾക്കാർ അവർക്ക് കല്യാണം ഭയങ്കര ഇഷ്ടമായിരിക്കും. മരണത്തിലൊന്നും പോകത്തില്ല അധികം. മരണത്തിൽ പോയാൽ തന്നെ അവിടെ പോയിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ആരുടെയെങ്കിലും പെട്ടയ്ക്ക് തൂങ്ങി വല്ല വെള്ളം അടിക്കാനും പോയിട്ട് അവിടെ ഇരുന്ന് ഷാപ്പിൽ ഇരുന്ന് വർത്താനം പറയും, ബാറിലിരുന്നുകൊണ്ട്. അങ്ങനെ ടൈപ്പുണ്ട്. അങ്ങനെ ഓരോ മനുഷ്യർ ഇവരെന്ന് പറഞ്ഞാൽ സീരിയസ് ബോഡിയാണ് ഇവരുടെ. ഇപ്പം ഇവർ ഒരു കാര്യം പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിന്നെ എന്താ സംഭവം? ഇവർ മൊത്തം അങ്ങോട്ട് അതിൻ്റെ അകത്ത് ആ ഓൺലൈൻ ഉടമ്പടിയാണല്ലോ എടുത്തതെന്നല്ല, അവർ കൃത്യമായിട്ട് വചനം വായിക്കാൻ തുടങ്ങി. ഒരാളിൻ്റെ മാറ്റം കണ്ടില്ലേ? ഇവിടെ വന്നിട്ട് മാതാവ് അവധിയിലാണെന്ന് പറഞ്ഞ് പോയ പാർട്ടിയാണ്. ആ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ അവർ കൃത്യമായിട്ട് വചനം വായിക്കാൻ തുടങ്ങി. 5:30 എഴുന്നേറ്റ് വചനം വായിക്കും. ഇംഗ്ലീഷ് പത്രം കൂടുതൽ വരുത്തിക്കും. എന്നിട്ട് ഓരോ ഇംഗ്ലീഷ് പള്ളിയിൽ കൊണ്ടേ കൊടുക്കും. ഇംഗ്ലീഷ് പത്രമല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി അവിടെ ഇംഗ്ലണ്ടിലുണ്ടല്ലോ, ലണ്ടനിൽ ഇംഗ്ലീഷ് കമ്മിറ്റിയുണ്ട്, പള്ളിയുണ്ടല്ലോ. അവിടെ കൊണ്ടുപോയി സായിപ്പന്മാരോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും. കണ്ട, അവർ പത്രം കൊടുക്കുക മാത്രമല്ല ചെയ്യണത്, പിന്നെ എന്താണ്, മറ്റൊരു സമൂഹത്തോട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ വൈറ്റ് ഉടമ്പടിയാണത്. സീരിയസ് ആയ വിഷയം. സീരിയസ് ആയപ്പോൾ സിമി പറയുന്നൊരു സംഭവമുണ്ട്, മകൻ്റെ കാര്യം ഞാൻ മറന്നുപോയെന്ന്. അതിന് അഭിഷേകം എന്ന് പറയണത്. തന്നെയല്ല, മകനെക്കുറിച്ച് ആ സ്കൂളിൽ ചേർത്തപ്പോഴേ എന്നെ അവിടുന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. എന്താണ്, അവിടുത്തെ ഹെഡ് മിസ്സസ് വരെ എന്നെ വിളിച്ചു. എന്താണ്, മകൻ്റെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ വിളിച്ചെന്ന്, അവൻ്റെ സ്വഭാവവും. അപ്പോൾ ദൈവം ആ ഉടമ്പടി എടുത്തെന്നർത്ഥം.
എന്താ കാര്യം? ദൈവത്തിൻ്റെ ഉടമ്പടി സിമി എടുത്തു. സിമി സീരിയസ് ആയി. ഇത് പണ്ട് ഉടമ്പടിയുടെ കാലം തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് പറയുന്നൊരു വാക്ക് ഉണ്ടായിരുന്നു. അത് ഒത്തിരിപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ. ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. അതാണ് ഉടമ്പടിയുടെ ഒരു ഇക്വേഷൻ, സമവാക്യം എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവവും സിൻസിയറാക്കി ഈ വിഷയത്തിൻ്റെ മേലെ നേരെ മറിച്ചു. അപ്പം നമ്മളിതിൽ അഴകുഴമ്പൻ ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ വിഷയം മുമ്പത്തേക്കാൾ അളിയാൻ സാധ്യതയുണ്ട്. വെറുതെ അതാണ് ഞാൻ പറയണത്, ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന് പറയത്തില്ലേ. അതിൻ്റെ കാരണം അതാണ്. എന്താ കാര്യം? ചില ആൾക്കാർക്ക് ഇതെടുക്കാൻ അർഹതയില്ല. അവർ ടേസ്റ്റ് ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാരാണ്. ഇട്ട് നോക്കാം, ഇങ്ങനെ കൊത്തുണ്ടാന്ന് നോക്കി ചൂണ്ടയിടത്തില്ല, കൊത്തി നോക്കാം. മീനുണ്ടെങ്കിൽ പിടിക്കുകയാണെങ്കിൽ ഒരു സംഭവമെങ്കിലും നടന്നാൽ നമുക്ക് പത്രം കൊടുക്കാം. പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്കാം. ഒരു സംഭവമെങ്കിലും നടന്നു കിട്ടിയാൽ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്കാം, 5:30 എഴുന്നേക്കാം. ഒരു സംഭവം നടന്നില്ലെങ്കിൽ പാർട്ടി പണ്ടത്തതുപോലെ 7 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സമയം. ഇതാണ് ഈ ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയണത്. നിങ്ങൾ അതിൻ്റെ അകത്ത് കാര്യം, ഇതിൻ്റെ അകത്തൊരു നീതിയുടെ മാർഗമുണ്ട്. നീതിയുടെ മാർഗത്തിൻ്റെ 2ാം സെക്ഷൻ വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. വിശ്വസിക്കത്തക്ക വിധം. അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ മത്തായിയുടെ സുവിശേഷം 21:32 എന്താ പറയണത് എന്ന് പറഞ്ഞ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. ഇപ്പൊ കാര്യം പിടികിട്ടില്ലേ? കാര്യം അനുദപിച്ചാൽ മാത്രമേ നമ്മൾ വിശ്വാസിയാണെന്ന് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിശ്വാസിയാണ്. ഇത് ഒറ്റ നടക്ക പോകത്തില്ല കേട്ടാ. മനസ്സിലായില്ലേ? ഒന്നിനു വായിച്ചത് 21:32. എന്തെന്നാൽ എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. അപ്പൊ കണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ ദൈവാനുഭവം പ്രാപിക്കുന്ന കാണുന്ന എവിടെയാണ്? സാക്ഷ്യമല്ലേ. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സാക്ഷ്യം കേൾക്കുമ്പോഴാണ്. ഈ സാക്ഷ്യം കേട്ടിട്ടും നമ്മൾ എന്ത് ചെയ്തില്ല? അനുദപിച്ചില്ല. അപ്പൊ സാക്ഷ്യം എന്തിനുള്ളതാണ്? അനുദപിക്കാനുള്ളതാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യോഹന്നാന്റെ സുവിശേഷം അല്ല, യോഹന്നാനിലെ നേരത്തെ വായിച്ച ഭാഗം വായിച്ച പട്ടാളക്കാരുടെ അതിന്റെ മുകളിലും താഴെയുള്ള വചനങ്ങൾ വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. ജനക്കൂട്ടം അവനോട് ചോദിച്ചു. പട്ടാളക്കാർ മാറ്റി. അടുത്ത ശ്രോതാക്കൾ ആരാണ്? ജനക്കൂട്ടമാണ്. ജനക്കൂട്ടം ഈ പ്രസംഗം കഴിഞ്ഞ് യോഹന്നാൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ നീതിയുടെ മാർഗത്തിൻ്റെ സുവിശേഷം കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ ഒരു പോപ്പുലേഷൻ അവിടുത്തെ ഉണ്ടായിരുന്ന പബ്ലിക് മുഴുവനും യോഹന്നാനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ അടുത്ത ചോദ്യം എന്താണ്? ഞങ്ങൾ എന്ത് ചെയ്യണം, അല്ല എന്ത് ചെല്ലണമെന്നല്ല. മനസ്സിലായില്ലേ? ഇതാണ് വ്യത്യാസമുണ്ട് ഇതിനകത്ത്. നീതിയുടെ മാർഗം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിക്കണത്, പിന്നെ എന്താണ് ചെയ്യേണ്ടത്. അതാണ് അവൻ പറയണത് പോലെ ചെയ്യുക. ഉടമ്പടി. അപ്പം നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനാണ് ഈ പറയണത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ എന്താ യോഹന്നാൻ പറഞ്ഞത്? അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ഇപ്പൊ എന്താണ് സിമി ചെയ്യണത്? സിമിയുടെ ഭക്ഷണമുണ്ട്, പക്ഷേ ഇംഗ്ലണ്ടിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഭക്ഷണം ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല.
ഇപ്പം തന്നെ നമ്മുടെ തേനില്ലേ, തേന് നേരത്തെ എടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അതെവിടുന്ന് ഖാദിയുടെ മദ്ര ഇവിടെ ജാർഖണ്ഡിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നത്, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയെ വിളിച്ച് പറഞ്ഞു ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യണ മെഷീനുണ്ട്. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു അത് വലിയ പാടാണ്, 8 ലക്ഷം രൂപയാണ് ആ മെഷീന്. ഞാൻ വെച്ചാൽ ആ മെഷീനിൽ തേന് ചെയ്ത് തന്നില്ലെങ്കിൽ, തേന് പ്യൂരിഫൈ ചെയ്ത് തന്നില്ലെങ്കിൽ അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് മെഡിക്കൽ പ്രോബ്ലംസ് സീരിയസ്നെസ് ഉണ്ടാകും. അപ്പം നിങ്ങളുടെ സൈൻ ഈ തേന് കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അവരെ ആരാ അന്വേഷിക്കണം എന്നുള്ളത് അതിൻ്റെ അകത്ത് ഫുഡ് നിയമം അനുസരിച്ച് കൊണ്ട് അതിൻ്റെ അകത്ത് എഴുതി വെക്കണം. ഫോൺ നമ്പർ എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അത്രയും സീരിയസ് ആണ് വിഷയങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനേ പറ്റത്തില്ല. നമ്മൾ പൊതിച്ചോറ് കൊണ്ടേ കൊടുക്കത്തില്ലേ, ആ പൊതിച്ചോറിൻ്റെ അകത്ത് ബാക്ടീരിയ ഉണ്ട്, അത് എപ്പോഴാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി അവിടെ കട്ട് ചെയ്തിരിക്കും. അവർക്ക് അവരുടെ സംവിധാനമുണ്ട്, ഫുഡ് ബാങ്ക് എന്ന സംവിധാനമുണ്ട്. ഫുഡ് ബാങ്ക്, ആ ഫുഡ് ബാങ്കിലേക്ക് നമുക്ക് കൊണ്ടേ കൊടുക്കാം. അപ്പോൾ അവർ ആ ഫുഡ് കറക്റ്റാണെന്ന് കണ്ടാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ സിമി എന്താ ചെയ്യണത്, ഭക്ഷണത്തിൻ്റെ പൈസയോ ഭക്ഷണമോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് ഈ ഫുഡ് ബാങ്കിൽ കൊണ്ടേ കൊടുക്കും. എന്തുമാത്രം മനുഷ്യർ വർക്ക് ചെയ്യുന്നത്. ഉടമ്പടി നീതിയുടെ, അതാണ് നീതിയുടെ മാർഗമെന്ന് പറയണത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ അത് കൊടുക്കാൻ പറ്റത്തില്ല, ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നമ്മളിരിക്കും. പക്ഷേ അവരതല്ല, അവർ സീരിയസ് ലേഡിയാണ്. ഇവിടെ ഭക്ഷണം ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അവിടുത്തെ സംവിധാനം എന്താണ് തിരക്കണം. അതാണ് ആത്മാർത്ഥത. ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവിടുത്തെ മാർഗം? അപ്പോൾ തിരക്കി പറഞ്ഞു ഇവിടെ ഫുഡ് ബാങ്ക് ഉണ്ട്, അവിടെ കൊണ്ട് കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അത് കൈകാര്യം ചെയ്യണത്. ഗവൺമെൻറ് ലോ അനുസരിച്ചുകൊണ്ട് അവർ തന്നെ വേണ്ട സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ ഇവർ പിന്നീട് പൈസ കിട്ടുന്നതനുസരിച്ചുള്ള ഫുഡ് ബാങ്കിനെ സഹായിക്കാൻ തുടങ്ങി. എന്താ കാര്യം? ഭക്ഷണമുള്ളവൻ ഭക്ഷണമില്ലാത്തവന് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ തന്ന വസ്ത്രം എല്ലാം എന്താ ചെയ്തിരിക്കണത്? ആ വസ്ത്രം നിങ്ങൾ ഇവിടെ ഒരു 2 കിലോ വരയ്ക്കാൻ പറ്റിയ വസ്ത്രം നിങ്ങൾ തന്നിട്ടുണ്ട്. നല്ല പുതിയ വസ്ത്രങ്ങളാണ് പലരും തന്നത്. അതപ്പം തന്നെ വയനാടിന് ഉരുൾപൊട്ടിയെന്ന് കേട്ട് അവിടെ ആൾക്കാർ അഭയാർത്ഥികളായി പോയെന്ന് കേട്ടപ്പോൾ തന്നെ എന്ത് ചെയ്ത്, അപ്പം തന്നെ ഇവിടുന്ന് 2 വണ്ടി നിറച്ച് ഉടുപ്പുമായി പോയി. ഉടുപ്പും പിന്നെ ഒരു 10 ചാക്ക് അരിയും പയറും എല്ലാമായിട്ട് പോയി. പിന്നെ പൈസയും കൊടുത്തു. എമർജൻസി കാര്യം അവിടെ നമുക്ക് വെച്ച് താമസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പിരിവെടുത്തൊക്കെ വരണം. ഞങ്ങൾക്കിവിടെ ഇതിന് സംവിധാനമുണ്ട്. അത് നിങ്ങൾ തന്നെ സംവിധാനമാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി നിലനിൽക്കുന്നത് എപ്പോഴും ചെയ്യുന്നതിലാണ്. അതാണ് നീതിയുടെ മാർഗം. ഇപ്പം ജനക്കൂട്ടത്തോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾ വസ്ത്രം കൊടുക്കണം. ഇപ്പോൾ പുതിയൊന്നും അല്ലേ, ഉടമ്പടിയിലുള്ളതാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വചനം കേട്ടവർ ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് നിങ്ങൾ ചെയ്തത്? ദൈവത്തെ അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ? ഒന്നാമത്തെ എൻ്റെ സഹോദരനോട് ഞാൻ കാലെ പിടിച്ച് പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്താലും മുതലാകാത്ത ഒരാളാണ് മുകളിൽ തലക്ക് തൂങ്ങി വിറകെ തൂങ്ങി നന്നായിട്ട് കിടക്കണത്. എന്താ കാര്യം? അങ്ങയുടെ കയ്യിലുള്ള മൊത്തം അങ്ങനെ ചെലവഴിച്ച്. ഇപ്പം മടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർത്താവിനെ കുറിച്ച് രൂപം കാണാൻ. എന്താ കാര്യം എന്നറിയാമോ? മടി തുറന്നിട്ടിരിക്കണം, ഇനി ഒന്നും ഇല്ലെന്ന് പറയും. ഇനി ഒന്നുമില്ല, തരാനുള്ള എല്ലാം തന്ന്. കേട്ടോ, മടി തുറന്ന് കിടക്കണം. കണ്ടില്ലേ? മടി തുറന്ന കർത്താവിൻ്റെ കുരിശുരൂപം കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയെ. ശരിക്കും പറഞ്ഞാൽ ഇനി ഒന്നുമില്ല. ഇത് തന്നെ അപ്പായിക്കും സംഭവിച്ചത്. അപ്പായി ഇത് തന്നെ പറയും, എന്താണ്? തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക പിതാവ് എന്ന് പറഞ്ഞ് തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പാപികളായി ഞങ്ങളെ സ്നേഹിച്ച അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണമേ. പേഷ്യൻ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. 20 കൊല്ലമായല്ലേ അവിടെ വർക്ക് ചെയ്യണത്. അവർ ഹെഡ് നേഴ്സാണ് അവിടുത്തെ. അവർക്ക് പേഷ്യൻ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. വാർഡിൽ പോവുകയും പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പരിപാടിയൊന്നുമില്ല. നേഴ്സുമാരുടെ ആ വാർഡിലൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന നേഴ്സുമാരുടെ കാര്യം ഡ്യൂട്ടിക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതി. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പൊതുവെ സീരിയസ് ആണ്, ഹെഡ് വെയ്റ്റോട് കൂടി ജീവിക്കുന്ന ആളാണ്.
അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ ജോലി ചെയ്യണമെങ്കിൽ ഹെഡ് വെയ്റ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ അന്ന് മുതൽ എല്ലാ വാർഡിലും പോകും. ഞാനോട് പറയും, ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറയും. എന്ത് മാറ്റമാണെന്ന് നോക്കിയേ. അവർ 20 കൊല്ലം ഹെഡ് നേഴ്സായിട്ടിരുന്നിട്ട് ഓഫീസിൽ ജോലി ചെയ്ത ആളാണ്. ഇപ്പം ഞാൻ എടുത്തു ചാടിയേ സംസാരിക്കത്തുള്ളൂ. എന്നെ കാണുമ്പോൾ തന്നെ മറ്റു നേഴ്സുമാർക്ക്, താഴെയുള്ള നേഴ്സുമാർക്ക് പേടിയാണ്. ഇപ്പം ഞാൻ അവരോട് സൗമ്യമായി സംസാരിക്കുന്നുണ്ട്, ശാന്തമായി സംസാരിക്കുന്നുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള മാനസികാവസ്ഥ എനിക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാനത് തിരക്കുന്നുണ്ട്. ഇവരങ്ങ് ടോട്ടലി മാറി, അവരൊരു സൗമ്യതയായി മാറി. സൗമ്യതയെന്ന് പറയുന്നത് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് സൗമ്യത നിങ്ങൾക്കറിയാമോ? സൗമ്യത ഒരു കോമ്പൗണ്ടാണ്. സൗമ്യത എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ഗ്രേസാണ്. സൗമ്യത എന്ന് പറയണത് ഭയങ്കര പാടാണ്. എനിക്കൊക്കെ സൗമ്യതയൊക്കെ വരണമെങ്കിൽ 1000 കിലോമീറ്റർ നടക്കാൻ ഓടേണ്ടി വരും. എന്തുകഴിഞ്ഞാൽ എനിക്ക് അല്പം തെറ്റിക്കണ്ടെങ്കിൽ അപ്പം തന്നെ എൻ്റെ മുഖം മാറും. എനിക്കറിയാം, എന്നത്തോട് തന്നെ ഞാൻ യുദ്ധം ചെയ്താണ് ഞാൻ ജീവിക്കണത്. എന്താ പ്രശ്നം? സൗമ്യത എന്ന് പറയുമ്പോൾ ആദ്യം സ്നേഹം, പിന്നെ ക്ഷമ, പിന്നെയാണ് സൗമ്യത വരണത്. അതാണ് കോമ്പൗണ്ട് ഗ്രേസ് എന്ന്. ഇതൊക്കെ ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞ രഹസ്യങ്ങളാണ്, ആത്മീയ രഹസ്യങ്ങൾ, അല്ലാതെ ഞാനൊരിടത്തും പഠിച്ചതല്ല. സൗമ്യത എന്ന് പറയുമ്പോൾ ആദ്യം കഴിഞ്ഞ സ്നേഹമാണ് വരണത്. ഇപ്പം തൻ്റെ ഈ കൊടുക്കണേ നൽകണേ എന്താണ്? ആരൊക്കെ എന്തായാലും എന്തെങ്കിലും നൽകണമെന്ന് തോന്നണത് എന്താണ്? സ്നേഹമാണത്. അതാണ് തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം. അത് 3:16 വായിച്ച്, യോഹന്നാൻ 3:16. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രമാണെന്ന് ഒരു പിടിയുമില്ല. അത് ഇത്രമാത്രം ഒന്ന് ദൈവം പറയും. നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ ദൈവം പറയും, നീ കുരിശിട്ട് നോക്കി, എൻ്റെ ഏകജാതനെ ഇതുപോലെ നൽകാൻ തക്ക വിധം അത്രമാത്രം സ്നേഹിച്ചു. ഇപ്പം കുരിശുരൂപം കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിൻ്റെ ഒരു തുറന്ന ബൈബിളാണ് കുരിശുരൂപം എന്ന് പറയണത്. അതുകൊണ്ട് തന്നെ കുരിശുരൂപം, ചിലർ എന്നോട് ചോദിക്കും, അച്ഛാ കുരിശുരൂപം വീട്ടിൽ വെക്കാൻ പറ്റുമോ അച്ഛാ? എന്താണ് കാര്യം? വിശുദ്ധ അന്ധവിശ്വാസികളുണ്ടേ. കുറേ ആൾക്കാർ അന്ധവിശ്വാസികളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അവിശുദ്ധ അന്ധവിശ്വാസികളും പിന്നെ വിശുദ്ധ അന്ധവിശ്വാസികളും. അവർ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിൻ്റെ അകത്ത് കുറേ, അച്ഛാ കുരിശുരൂപം വീട്ടിൽ വെക്കാമോ അച്ഛാ? എന്നോടൊന്ന് നേരെ പച്ചക്കറിൻ്റെ മുഖത്തൊക്കെ ചോദിക്കണതാണേ. അപ്പോൾ എന്താ കാര്യം? കുരിശുരൂപം വീട്ടിൽ വെച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ തലയ്ക്ക് ഭാഗത്ത് വെക്കണമല്ലേ കുരിശുരൂപം. അപ്പോൾ വീട്ടിൽ മരണം ഉണ്ടാകുന്ന അവർ വിശ്വസിക്കണത്. പരിപാടി തിണ്ടിയില്ലേ? പിശാച് എന്തും തന്ത്രപരമായിട്ടാണ്. പക്ഷേ കുരിശിൽ കർത്താവ് കിടക്കുമ്പോൾ എന്താ തോന്നണത്? അത് 3:16. അത് 3:16. എന്താണത്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഇത്ര മാത്രം. അതാണ് സംഭവം. ദൈവം നമ്മളെ സ്നേഹിച്ചു. കൈയടിക്കട്ടെ. ഒന്നും മുതലാകത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണം. എന്താ ഒന്നും മുതലാകത്തില്ലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചു. ഇനി ഏകജാതം വന്നപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ്? അതാണ് പ്രശ്നം. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തതൊന്നും ദൈവത്തിന് മുതലാകത്തില്ല. 5:46 എടുത്തേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, കേട്ടോ ഒന്ന് പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഒലക്ക മുഴുകി കിട്ടുമെന്നാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സ്വാഹ. അത്രേ ഉള്ളൂ, ഒന്നുമില്ല. മേലോട്ട് നോക്കി വരച്ചാൽ മതി. ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്താ കാര്യം? അടുത്ത നോക്കിയേ, എന്താണ്? ചുങ്കക്കാർ പോലും. അതെ, ചുങ്കക്കാർ പിന്നെയും വരാൻ തുടങ്ങി. ചുങ്കക്കാർ പോലും അന്നത്തെ ഏറ്റവും കൂടുതൽ പാപികളുടെ കൂടെ ചേർത്തിരുന്ന ആൾക്കാരെയാണ് ചുങ്കക്കാർ. വേശ്യാവൃത്തിയും ചുങ്കപ്പണിയുമാണ് യഹൂദൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത സാധനം. അവർ പോലും പറഞ്ഞേ,
ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അവരെ സ്നേഹിക്കുന്നവരെ തന്നെ അവർ സ്നേഹിക്കുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ, സഹോദരങ്ങൾ, കുടുംബക്കാരില്ലേ, കുടുംബക്കാരും സമുദായക്കാരും ഒക്കെ ഇല്ലേ, അവരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി കിടക്കുന്ന ചട്ടിങ്കലോ എന്താണ് വിശേഷവിധിയായി ഇവിടെയാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും ദൈവത്തെ അറിയാത്തവരും അത് തന്നെ ചെയ്യുന്നില്ലേ? അപ്പൊ ഇതിനകത്ത് നമ്മുടെ സ്റ്റാറ്റസ് ആൻഡ് റാങ്കിങ് വർദ്ധിപ്പിക്കണം. എന്ത് ചെയ്യണം? അതായത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് സ്നേഹമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. സ്വാഭാവികമായ കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അമ്മ മകൾക്ക് കൊടുക്കുന്നു, അമ്മായിയമ്മ മരുമകൾക്ക് കൊടുക്കുന്നു, അങ്ങനെ നാട്ടുകാർ നമ്മളെ വീട്ടിലുള്ളവർ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ട് കൊടുക്കുന്നു. ഇതൊന്നും സ്നേഹമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. അപ്പം തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ എന്താ പറയണത്? മത്തായി 5:46 എന്താ പറയുന്നത്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്പം ദൈവം അവൻ പറയണ പോലെ ചെയ്യാം, പക്ഷേ വിശേഷ വിധിയായി ചെയ്യണം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ സ്വാഭാവിക കടമകളുടെ അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ പിടിച്ചുകൊണ്ട് പോണത്, കൈ പിടിച്ചുകൊണ്ട് പോണത്. എന്ന് വെച്ചാൽ ഉടമ്പടി എന്ന് പറയണത് നിത്യതയിലേക്കുള്ളൊരു യാത്രയാണ്. അത് കാരണം അതിൻ്റെ ആസ്തികളാണ് നമ്മളിവിടെ വെച്ച് സംഭരിക്കണത്. അതുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാത്തത്. അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്. എക്സ്ട്രാ ചെയ്യണത് എന്താണെന്ന് ചോദിക്കണത്. പക്ഷേ എക്സ്ട്രാ ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? നിത്യതയ്ക്ക് വേണ്ടിയാണ്. യു ഗോട്ട് ദ പോയിന്റ്, ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ? അതായത് ഈശോ പറയുന്നത് എന്താണ്? നമ്മൾ എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ വായിച്ചായിരുന്നു, എനിക്ക് ജെറുസലേമിലേക്ക് കർത്താവ് പറഞ്ഞതാണേ. എനിക്കാണത് മത്തായിയുടെ സുവിശേഷം 16:21 എഴുതേ. ശ്രുതികടെ ഹല്ലേലൂയ. മത്തായി 16:21. മത്തായി 16:21. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. അപ്പൊ ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങിയെന്ന് പറയണത് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ആഴ്ചയിലാണ് ഇത് എല്ലാപ്പോഴും വായിക്കുന്നതാണ് ഈ ഭാഗങ്ങൾ. പക്ഷെ അപ്പോഴും ഈശോ പറഞ്ഞത്, ഇടമോനെ ഇത് ജെറുസലേമിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനമൊന്നുമല്ല, ഞാൻ സ്വർഗീയ ജെറുസലേമിലേക്ക് പോകുന്ന യാത്രയാണ് ഞാൻ തുടങ്ങിയത്. അത് ഞങ്ങൾ സെമിനാരിൽ പോലും പഠിക്കാത്ത സംഭവമാണ്. കാര്യം ഇതിന് ജെറുസലേം ഗലീലി ടു ജെറുസലേം എന്നും പറഞ്ഞ് യുക്കാൻ്റെ സുവിശേഷത്തിൽ ഒരു മാർഗത്തിൻ്റെ സുവിശേഷം കാരണം ഈ ഒരു കാര്യമാണ്. കാര്യം ലൂക്ക സുവിശേഷം എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു യാത്ര 3 കൊല്ലം കൊണ്ട് തീരണതാണ്. അത് ഗലീലിയ മുതൽ ജെറുസലേമിലേക്കുള്ള ഒറ്റ യാത്രയായിട്ടാണ്, ചിലപ്പോൾ 3 യാത്രയായിട്ടൊക്കെ അവതരിപ്പിക്കുക അവർ. എന്താ ആ ജെറുസലേമിൽ ചെന്ന് എത്തുന്ന സമയത്ത് വെച്ചാണ് ഈശോയ്ക്ക് പീഡാനുഭവം ഉണ്ടാകുന്നത്, പിന്നെ തിരുവുത്ഥാനം ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതേ രീതിയിലാണ്. പക്ഷേ ഈ ഭാഗം ഞാനൊരു 100 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച വായിച്ചപ്പോൾ ഈശോയുടെ ആത്മാവ് പറഞ്ഞു, ഇത് നിങ്ങൾ പറയുന്ന ജെറുസലേം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ തലസ്ഥാനമെന്ന് പറയുന്ന ആ ഭാഗം ഒരു ടോപ്പോഗ്രഫിക്കലായിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല. ഐ മെൻറ്റ് ദാറ്റ് ഇറ്റേണൽ ജെറുസലേം. ബൈബിൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ബൈബിൾ വെളിപാട് അവസാനിക്കുന്നത് നമ്മുടെ സ്വർഗീയ ജെറുസലേമിലേക്ക് എത്തിച്ചേരണമാണ്. ഈ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയണമെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഒരു സൂചന നൽകിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇനി താഴേക്ക് നീ ഇതുപോലെ വായിക്കാൻ പറഞ്ഞു. നിത്യതയെക്കുറിച്ച് സുവിശേഷത്തിന് നീ പുനർവായന കൊടുക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞ വചനങ്ങളെ പുനർവായനയിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയത് എന്താണെന്നറിയാവോ? പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ കർത്താവ് തന്നത് 16:24. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 16:24. ശ്രുതികട ഹല്ലേലൂയ.
മത്തായി 16:24. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെയാണ് പ്രശ്നമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് പറഞ്ഞിരിക്കുന്നത് ഗാഗുൽത്തായി പോയി പത്രോസും ശിഷ്യന്മാരും എല്ലാവരും കൂടെ പോയിട്ട് അനുഗമിച്ച് അവിടെ പോയി കർത്താവിനെ പോലെ കുരിശിൽ കിടക്കുന്ന കാര്യമല്ല പറയണത്. നമുക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ താഴേക്ക് വായിക്കുമ്പോൾ നമ്മളൊക്കെ ഇതും അങ്ങനെയായിരിക്കും. അല്ല, നമുക്ക് ജെറുസലേമിലേക്ക് എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കണം എന്നാണ് ഈശോ പറഞ്ഞത്. ശിഷ്യന്മാരെ കൂട്ടിയിട്ടില്ല അവിടെ. എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കണത്. ഇനി ആർക്കെങ്കിലും നിത്യതയിലേക്ക് എൻ്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യണത്? ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ നിത്യ ജെറുസലേമിലേക്ക് പോണ യാത്രയിൽ ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 16-24 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? നിങ്ങളെ തന്നെ സ്വയം പരിത്യജിക്കണം. എന്ത് ചെയ്യണം? ദിവസേനയുള്ള തന്നെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ സ്വർഗീയ നിത്യതയെ അനുസരിച്ചിട്ടാണ് ഈ കുരിശ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടും കുരിശാണല്ലോ എന്ന് പറയത്തില്ലേ? പ്രാർത്ഥിച്ചിട്ടും കുരിശാണല്ലോ എന്ന് പറയത്തില്ലേ? ഇപ്പം സിമിയും അങ്ങനെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതായത് അതൊക്കെ മുമ്പ് വേറെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസംബർ 7-ാം തീയതി, ഇന്നലെ 8-ാം തീയതിയല്ലേ, 7-ാം തീയതി ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിൽ ശ്രുതിയുടെ മക്കളെ മഞ്ജു വർഗീസ് 7-ാം തീയതി എടുത്ത സാക്ഷ്യമാണ്. അപ്പം ഞാൻ ഇവിടെ നിൽക്കിയിരുന്നു. മഞ്ജു വർഗീസ് ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. മഞ്ജു വർഗീസ് പറഞ്ഞ ഇതാണ്: എനിക്ക് ഈ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തങ്ങൾ അവസാനിപ്പിച്ചെന്ന്. എനിക്ക് പണ്ട് മുതലുള്ളൊരു കുഴപ്പമാണ്. എന്താ കാര്യം? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദൈവവുമായിട്ട് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്താ തർക്കിക്കണത്? ഞാനല്ലേ ഇങ്ങനെ ഉപവസിക്കണത്, എൻ്റെ അനിയത്തി ഉപവസിക്കണില്ലല്ല, അവളുടെ കാര്യമെല്ലാം നടക്കണുണ്ടല്ല. മനസ്സിലായില്ലേ? കാര്യം ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നാലേ ചേട്ടത്തിയും അനിയത്തിയും അപ്പോൾ ആ ചേട്ടത്തി പോയി അവൾ 10ാം ക്ലാസ് ചിലപ്പോൾ തോറ്റു പോകും, ചിലപ്പോൾ ജയിക്കും. അവളുടെ കാലത്ത് അപ്പന് അസുഖം ഉണ്ടാകും. പക്ഷെ തന്നെ അവളുടെ അപ്പൻ്റെ കാര്യം അമ്മയുടെ കാര്യം നോക്കുമ്പോൾ അനിയത്തി ഒന്നും അറിയാതെ പഠിച്ചു പോകും. അവൾക്ക് റാങ്ക് കിട്ടും, അവൾക്ക് ഉദ്യോഗം കിട്ടും, അവൾക്ക് ലവ് അഫെയർ കിട്ടും. ചേട്ടത്തിയേക്കാൾ നേരത്തെ അവൾക്ക് ജോലിയും കിട്ടി, അവൾ കല്യാണം കഴിച്ച് അവൾ പ്രസവിക്കുകയും ചെയ്തു. പോരെ? പക്ഷെ അനിയത്തി അപ്പോഴും ഒരോടും പരവില്ലാതെ നിൽക്കും. ഞാനാണല്ലോ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, നിനക്ക് വേണ്ടി ഞാനാണല്ലോ എൻ്റെ അപ്പനെ നോക്കിയത്. എൻ്റെ അനിയത്തി നോക്കിയില്ലല്ലോ അപ്പനെ, എൻ്റെ ആങ്ങളെ ശ്രദ്ധിച്ചില്ലല്ലോ. അവനൊക്കെ ഇപ്പോഴല്ലേ കയറി വന്നത്. അവരൊക്കെ വീട് വെക്കാൻ നോക്കി ആരുമായിട്ട് കല്യാണം ഒത്തു വന്നപ്പോൾ അവർക്ക് വീട് വെക്കാൻ വേണ്ടി അപ്പൻ്റെ സ്വത്ത് മേടിക്കാൻ വേണ്ടി ഇപ്പോഴല്ലേ അപ്പനെ നോക്കാൻ വന്നത്. ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും ഓരോ കാര്യങ്ങൾ ദൈവത്തോട്. എൻ്റെ മക്കളെ ഓർക്കുക, ദൈവവുമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിക്കണതല്ല. നിങ്ങൾ ഈ ജീവിതം ഇന്നത്തെ ജീവിതത്തിൽ ഇന്ന് അവസാനിക്കുന്ന വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, അനിയത്തിടെ കിട്ടി, അയൽവാസി കിട്ടിയെന്ന് ദൈവത്തിൻ്റെ കഴുത്തേക്കാളും ചെല്ലുന്നത്. മിണ്ടാതിരിക്കണം. അതായത് നമ്മുടെ നിശബ്ദതയാണ് നമ്മുടെ നിയോഗം. ഇന്നലെ ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ടു. ഇതൊക്കെ ഇന്നലെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ അമ്മ പറയിപ്പിച്ചില്ല. അത് ഇന്നലെ പറയാനുള്ളതല്ല, ഇന്ന് പറയാനുള്ളതാണെന്നാണ് പറയണത്. കാര്യം ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഷെ എന്നും പറഞ്ഞ വൈദികൻ, എനിക്ക് ആ പേര് പോലും അറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. ക്രൂഷെ ഒരു ഫോറിൻ വൈദികനാണ്. അർത്തിങ്ക പോലുള്ളൊരു ബസിലിക്കയുടെ അരികിൽ ആ അകത്ത് നിന്നുകൊണ്ട് ഈ കുർബാന അർപ്പിക്കുകയാണ്. അർത്തിങ്ക പോലൊക്കെ എനിക്ക് തോന്നിയതാണ്, ഒരു ബസിലിക്കയാണ് സംഭവം, ഒഫീഷ്യൽ ചർച്ചാണ്. അപ്പോൾ ഈ ക്രൂഷെ എന്ന് പറയുന്നൊരു വൈദികൻ പണ്ടൊരു സന്യാസ സഭ സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ഒരു വൈദികൻ ഈ ബസിലിക്ക സന്ദർശിക്കാൻ വന്ന സ്വപ്നമാണേ. ഇന്നലെ 5:20 സ്വപ്നമാണ്. ഇന്നലെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമല്ലേ. ഇപ്പം സ്വർഗത്തിൻ്റെ ഒരു മെസ്സേജാണ് വരണത്. അപ്പം ഞാൻ 5 മണിക്ക് എഴുന്നേറ്റതാണ്, 4 മണിക്ക് എഴുന്നേറ്റതാണ്. പിന്നെയും ശരീരം തളർന്ന കാരണം പോയി കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഈ സ്വപ്നം വന്നത്. അപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂഷയുടെ ഒരു പിൻഗാമിയായിട്ടൊരു അച്ഛനുമായിട്ട് ഞാൻ അച്ഛന് ഇന്ന് കുർബാന അർപ്പിക്കണം, അച്ഛനാണ് കുർബാന അർപ്പിക്കണത്. അപ്പോൾ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് കുർബാനയ്ക്ക് പിതാനും പുത്രനും പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ മേക്ക് എടുത്തിട്ട് ഈ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത് ക്രൂഷ അച്ഛൻ്റെ പിൻഗാമിയായിട്ടുള്ള അച്ഛനാണ്. ഈ അച്ഛൻ ക്രൂഷ അച്ഛൻ ചെയ്തിരിക്കണത്, അതായത് ഇൻറ്റൻഷൻസ്, സൈലൻസ് ആൻഡ് ഇൻറ്റൻഷൻസ്
എന്നും പറഞ്ഞൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ട്. സൈലൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് എന്നും പറഞ്ഞൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് ആക്കിയിട്ടില്ല. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു നോ 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 എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സൈലൻസ് ഓഫ് ഇൻറ്റൻഷൻസ്. അപ്പോൾ എനിക്കറിയത്തില്ല ഈ മെസ്സേജ്. അപ്പോൾ എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ സന്യാസ സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സൈലൻസ് ആസ് ഇൻറ്റൻഷൻസ്, സൈലൻസ് തന്നെയാണ് നിയോഗമെന്ന്. അപ്പോഴും അച്ഛൻ പറഞ്ഞു നോ നോ എന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെ വെളിപാടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പിന്നീട് ഞാൻ പറഞ്ഞു സൈലൻസ്ഡ് ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നിശബ്ദമാക്കപ്പെട്ട നിയോഗങ്ങളുടെ സന്യാസ സഭ എന്ന് പറഞ്ഞു. അപ്പോഴും ഈ അച്ഛൻ നോ പറഞ്ഞു. പിന്നീട് ഞാൻ തിരുത്തി പറഞ്ഞു. അതായത് അപരിചിതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി കൈവരിക്കുന്ന മൗനത്തിൻ്റെ സമർപ്പണ ജീവിതമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഓക്കെയായി. ഞാൻ അതുപോലെ തന്നെ അപ്പം എനിക്ക് മനസ്സിലായി ഇത് വിഷയം വേറെയാണ്, വേറെ ചാനലിൽ കയറി വരികയാണെന്ന് മനസ്സിലായി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ നോട്ട് ബുക്ക് മൊത്തം എഴുതി വെച്ചത് ഇത് മുഴുവൻ ഒപ്പിട്ട് ഡേറ്റിട്ട് ഒപ്പിട്ട് ടൈമിട്ട് ഒപ്പിട്ട് കളഞ്ഞ്. കാരണം എൻ്റെ മരണത്തിന് ശേഷം ഏതെങ്കിലും കാലത്ത് ഈ സ്വപ്നത്തെക്കുറിച്ച് സഭ പഠിക്കണ കാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയും. അത് ഡോക്യുമെൻ്റാണ്. ഡോക്യുമെൻ്റ് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനേകം നിയോഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നിയോഗങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഉടനെ ദൈവമായിട്ട് ഉടനെ ഗുസ്തിക്ക് തയ്യാറാകുകയാണ്. അതാണ് നമ്മൾ പറയണത്. ഞാൻ ദൈവത്തുമായിട്ട് ഗുസ്തിക്ക് തയ്യാറാകുകയാണ്. പക്ഷേ എന്താ പ്രശ്നം? അതായത് നിങ്ങൾ ഒരു നല്ല ചൈതന്യമുള്ള വിശ്വാസിയാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ ദൈവമായിട്ട് യുദ്ധത്തിന് പോകത്തില്ല. അതാണ് ഇവൾ പറയണത്. മഞ്ജു വർഗീസ് പറയണത്, ഞാനിപ്പോഴേ എന്തെല്ലാം നെഗറ്റീവ് സംഭവിച്ചാലും എൻ്റെ കർത്താവുമായിട്ട് ഞാൻ യുദ്ധത്തിന് പോകത്തില്ല. എന്നിട്ട് ഞാൻ എഴുതി തന്ന ആ സ്വപ്നത്തിന് താഴെ എഴുതി മാതാവിൻ്റെ സ്പിരിച്വാലിറ്റി അതാണ്. എന്താണ്? ഒരു തർക്കത്തിൻ്റെ സമയം, ഒരു സമാധാനം ചോദിക്കേണ്ട സമയത്ത് സമാധാനം ചോദിക്കാതെ ഹൃദയത്തെ സംഗ്രഹിക്കുന്ന മറിയത്തെയാണ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. മറിയമാണ് ഇതിൻ്റെ ആൾ. ശരിക്കും പറഞ്ഞാൽ ഈ നിശബ്ദ നിയോഗങ്ങളുടെ, അതായത് നിശബ്ദ നിയോഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോഗങ്ങളുടെ മേലെ ദൈവം കൈവച്ച് ആ നിയോഗങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് ഗുസ്തിക്ക് പോകുന്ന അവിശ്വാസിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിൻ്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നെങ്കിൽ നീ മാതാവിനെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി അത് കാഴ്ചവെച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ള കുരിശായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിത്യതയുടെ ഓഹരിയാണ് ശരിക്കും കുരിശ്. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഞാൻ ജെറുസലേമിലേക്ക് പോകണമെന്നാണ് ഈശോ പറഞ്ഞത്, അല്ലാതെ നമ്മൾ പോകണമെന്നല്ല. പക്ഷേ ഇവർ 5-10 പേരുണ്ടായിരുന്നു, 12 പേരും കൂടിയാണ് ജെറുസലേമിലേക്ക് പോയത്. പക്ഷേ ഈശോ ഇവിടെ പറയണത് ഞാൻ ജെറുസലേമിലേക്ക് പോകണമെന്നാണ് പറയണത്. നിങ്ങൾ പോണ കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ നിത്യ ജെറുസലേമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 16-24 വർക്കൗട്ട് ചെയ്യണം. എന്താണ് 16-24 എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. സ്വയമാണല്ല പ്രശ്നം. ഇവിടുത്തെ മെയിൻ പ്രശ്നം സ്വയമാണ്. സ്വയമെന്ന് വെച്ചാൽ എൻ്റെ സുഖം, എൻ്റെ താല്പര്യം, എൻ്റെ സന്തോഷം, എൻ്റെ സെക്യൂരിറ്റി, ഇതാണ് സ്വയം. ഈ സ്വയം നിൽക്കുന്നിടത്തോളം കാലം ആർക്കും നിത്യതയിലേക്ക് കയറി പറ്റാൻ പറ്റത്തില്ല. കാര്യം അവർ അഹങ്കാരികളും തോന്നിവാസികളും അവരുടെ കാര്യം നടത്താൻ വേണ്ടി ദൈവത്തെ ദുർവിനിയോഗിക്കുന്നവരുമാകും. അതുകൊണ്ട് തന്നെ അവരെ ബഹളക്കാരെന്നാണ് ദൈവം വിളിക്കണത്. ഡയറസിൻ്റെ വീട്ടിൽ നിത്യതയിലേക്ക് ഒരു നിത്യതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ കർത്താവിന് കഴിയുമെന്നുള്ള സൂചനയായിട്ട് ഭൂമിയെ മരിച്ചൊരു പോയ മനുഷ്യനെ ഉയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ബഹളക്കാർ ഗെറ്റൗട്ട് അടിക്കാൻ പറഞ്ഞു. ഉടനെ അവിടെ നിന്ന് പറഞ്ഞു ബഹളക്കാർ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. കരഞ്ഞു കൂപിക്ക് നിലവിളിച്ച് നടക്കുന്ന, കഴിഞ്ഞ കാലത്തെ ഓർത്ത് നിരാശപ്പെട്ട് നടക്കുന്ന ആൾക്കാരും എഴുന്നേറ്റ് പോകാൻ, നിങ്ങൾക്ക് ഇവിടെ സീറ്റില്ലെന്ന് പറഞ്ഞു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. മത്തായി 9:23-24 യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു, നിങ്ങൾ പുറത്തു പോവുക. അതാ സംഭവം. തർക്കിക്കാൻ പോയാൽ, ദൈവമായിട്ട് തർക്കിക്കാൻ പോകുന്നതിന് ദൈവം ഗെറ്റൗട്ട് അടിക്കും. ഇത് എവിടെ നിന്നാണ് ഗെറ്റൗട്ട് അടിക്കണമെന്ന് അറിയാവോ? എവിടെ നിന്നാണ് ഗെറ്റൗട്ട് അടിക്കണത്? നിത്യതയിൽ നിന്നാണ് ഗെറ്റൗട്ട് അടിക്കണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമായിട്ട് തർക്കിക്കാം. അതുകൊണ്ടാണ് മറിയത്തിന് ജ്ഞാനമുണ്ട്. മറിയം എന്ത് ചെയ്തു? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്?
ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കും. മറിയത്ത് തിരിച്ചു ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞിട്ട് വേണ്ടി ഇവിടെ നിൽക്കാൻ? നിനക്ക് 12 വയസ്സല്ലേ ആയുള്ളൂ, നിന്നെ ഞാനല്ല കൂട്ടിക്കൊണ്ടു വന്നത്. നിൻ്റെ അപ്പൻ ഒരു കൊല്ലം മുഴുവൻ പണിയെടുത്തിട്ട് കിട്ടിയ കാശിൻ്റെ ബാക്കി വെച്ചിട്ടല്ലേ ഈ നാരങ്ങ വെള്ളം കുടിച്ച് നടന്നിട്ടല്ലേ അവസാനം നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ലേ എന്ന് പറഞ്ഞ് തർക്കിക്കാനോ ബഹളം ഉണ്ടാക്കാനോ കർത്താവ് അമ്മ പോയില്ല. അമ്മ എന്ത് ചെയ്ത്? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് വിഷയം. ദൈവവുമായിട്ട് തർക്കിക്കേണ്ട ഒത്തിരി അവസ്ഥകളുണ്ടാകും. നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. പക്ഷേ അതേസമയം തന്നെ ചോദ്യം പെശകെന്ന് കണ്ടപ്പോഴെന്ത് ചെയ്ത്? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താ കാര്യം? നിത്യതയുടെ ജ്ഞാനങ്ങളിലെ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. സിമി സാക്ഷ്യത്തിൽ പറയണേ, എൻ്റെ മകൻ ഞാനിങ്ങനെ കർത്താവിൻ്റെ കാര്യം ക്രമീകരിച്ചപ്പോൾ ഞാൻ ആദ്യം കൊടുത്ത ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചു. നിൻ്റെ മകൻ ഇവിടെ അഡ്മിഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇതിനു വേണ്ടിയല്ലേ ഇവിടെ കരഞ്ഞുകൊണ്ട് നടന്നത്. അപ്പം കൂടെ ഉള്ളവർ ചോദിച്ചു, സിമി ഇതെന്ത് പരിപാടിയാണിത്? നിൻ്റെ യോഗ്യത എന്താണ്? നിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ നിനക്ക് ഇത്ര അയോഗ്യത നിനക്കുണ്ട്. നിന്നേക്കാൾ നേരത്തെ അഡ്മിഷൻ കൊടുത്തു, നിൻ്റെ മകനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കുണ്ട്, നിൻ്റെ മകനേക്കാൾ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കുണ്ട്, മാർക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ മകന് കിട്ടിയിട്ടില്ല. നിൻ്റെ മകന് മാത്രം ഇവിടെ വീട്ടാൻ കാര്യം എന്താണ്? അപ്പോൾ സിമി പറയും, എനിക്കൊരു മാതാവുണ്ടെന്ന് പറയും. അതാണ് എന്നോട് മാത്രം, വേറെ മാർഗവും വേറെ ഉത്തരവില്ല അതിന്. ഞാൻ സംതൃപ്തിയാണെന്ന് പറയണതാണ് ഈശോ പറഞ്ഞത്. എന്താണ്? ഈ വെള്ളം കുടിക്കുന്നവന് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഇനി ദാഹിക്കുകയില്ല. ദാറ്റ് ഈസ് മഞ്ജു വർഗീസ് അഭിഷിക്തയായിരിക്കുന്നു, കർത്താവിൻ്റെ അഭിഷേകം മേടിച്ചിരിക്കുന്നു. അവക്കിന് ഇനി ഈ അഭിഷേകത്തിൻ്റെ നീണ്ടുനിപ്പിനാണ് സ്വർഗമെന്ന് പറയണത്. അവിടെ നിന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും, ഇനി മരണമില്ലെന്ന് കൈയ്യടിക്കട്ടെ. മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. വെളിപാടിൻ്റെ പുസ്തകം 21:4 അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവം നമുക്ക് ഭൂമി വെച്ച് തന്നെ കിട്ടും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് കരഞ്ഞ കാര്യം, പണ്ട് നിലവിളിച്ച കാര്യം, പണ്ട് ബഹളം ഉണ്ടാക്കിയ കാര്യങ്ങളെ ഇപ്പോഴും നമുക്ക് ബഹളം ഉണ്ടാക്കാൻ തോന്നണില്ലെന്നാണ് മഞ്ജു വർഗീസ് പറയണത്. എന്താ കാര്യം? അവൾക്ക് അതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുന്നു. ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടത് ക്യാഷ് ആൻഡ് കൈൻഡ് അല്ല, മറിച്ച് അനോയിൻമെൻ്റാണ് ചോദിക്കേണ്ടത്. എന്താണ്? അഭിഷേകം. കാര്യം നമുക്കറിയാമല്ലോ, അഭിഷേകം എന്ന് പറയണത് ഒരു വിഷയത്തിന് 2 തരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഒന്ന് ക്യാഷ്, ജോലി നമുക്ക് നൽകും. ചില കാര്യങ്ങൾ ദൈവം റിസർവ്ഡ് ചെയ്യും. റിസർവ്ഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തരാതിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം ദൈവം തരണത് അഭിഷേകമായിരിക്കും. അങ്ങനെ അഭിഷേകം തന്ന തർക്കം മാറും, ബഹളം മാറും, കരച്ചിൽ മാറും, നിരാശ മാറും. വി വിൽ ബി കണ്ടന്റഡ് ഇൻ അവർ സെൽഫ്, നമ്മൾ തന്നെ. അതാണ് ഒരു വിശ്വാസിയുടെ അവസാന അനുഭവ രൂപം എന്ന് പറയുന്നത്. സെൽഫ് കണ്ടൻറ്റൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അഭിഷേകം പ്രാപിച്ചിട്ട് അവൾ തന്നെ സ്വയം നിശബ്ദമായിരിക്കുന്നു. അതാണ് ഇന്നലെ പറഞ്ഞത്, ഇത് കോൺഗ്രിഗേഷൻ ഓഫ് സൈലൻസ് എന്ന് വെച്ചാൽ എങ്ങനെ സൈലൻസാണ്? ബാബുട്ടി ക്ലിപ്പിട്ടിരിക്കുന്ന സൈലൻസ് അല്ല, മറിച്ച് ദൈവത്തിന് വസ്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾക്കും പകരം ദൈവത്തെ കിട്ടിയ മനുഷ്യൻ ബഹളങ്ങൾ നിർത്തി ശാന്തവും സൗമ്യവുമായിട്ട് ദൈവ തിരുമനസ്സിൻ ആത്മീയ ആഹാരമായി കിട്ടിക്കൊണ്ട് യോഹന്നാൻ 4:36 അനുസരിച്ച് കൊണ്ട് സ്വയം നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ, അറിയാത്ത ഭക്ഷണം അവന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്നത് നമ്മൾക്ക് അനുഗ്രഹമാകുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് നമുക്ക് കൃപയാകുന്നു, അത് നിങ്ങൾക്ക് അഭിഷേകമാകുന്നു, അത് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് നീളുന്ന വഴിയാകുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം സമർപ്പണമാക്കി മാറ്റുവാൻ ഈശോയെ പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളെ ആരാധനയിൽ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ധ്യാനത്തിലേക്ക് കേൾക്കാം. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നിൽക്കുന്നത് നിങ്ങളുടെ ബോഡിയിലെ രക്തോട്ടമൊക്കെ ഇങ്ങനെ നിലച്ച പോലെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വേർത്ത് കൊണ്ടാണ് അച്ഛൻ എഴുന്നേൽപ്പിച്ചത്. ഞാൻ കുറച്ചു നേരം പാടി കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ ഞങ്ങൾ കേട്ട വചനങ്ങളെ പറ്റി ഞങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം അങ്ങനെ മക്കളിലേക്ക് വെക്കണമേ. ആന്തരിക രോഗങ്ങള്, ബാഹ്യരോഗങ്ങള്, ആന്തരിക അവയവ രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ദുരിതങ്ങള്, തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പക്ഷാപരത്തോടെ പക്ഷാപരത്തെ സ്തുതിക്കട്ടെ. പക്ഷാപരത്ത് വിൽക്കുന്നവരെ പക്ഷാപരത്തെ സ്തുതിക്കട്ടെ. പക്ഷാപരത്തെ ജീസസ് ക്രൈസ്റ്റ് pour out his spirit, touch the fire finger, shock with the precious blood, and authority of the Catholic Church, with the power of Jesus Christ, God meant to come the Holy Priesthood. I command you, I command you, I command you, in the name of Jesus Christ be healed. In the name of Jesus Christ be healed. In the name of Jesus Christ be healed. Lord Jesus Christ, pour out your spirit, touch the fire finger, shock with the precious blood. I command you, in the name of Jesus Christ be healed. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മുഴകളാണ് അതിൻ്റെ സൂചനയാണ് ഇപ്പം കയ്യിൽ വന്നിരിക്കുന്ന ചെറിയ മുഴകൾ. അതെല്ലാം കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമാണ് ഇപ്പോഴുള്ളത്. ചില ആന്തരിക അവയവങ്ങളുടെ തൊലികൾ ഞെറിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആന്തരികമായ സൗഖ്യം നൽകി ആന്തരിക അവയവങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന സമയമാണ്. വലത് കാലിൻ്റെ വിരലിൻ്റെ കാൽ വെള്ള, അതിൻ്റെ തള്ളവിരലൊഴിച്ചുള്ള 4 വിരലുകൾ, അതിൻ്റെ ബാക്കിലുള്ള വെള്ള ഭാഗം, നമ്മുടെ നിലത്ത് ഊന്നണ ഭാഗം, അത് കടുത്ത മഞ്ഞ നിറത്തിലും കടുത്ത വേദനയിലുമുണ്ട്. അതുപോലെയുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. കൈവെള്ളകളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കൈവെള്ളകളിൽ താങ്ങാനാവാത്ത രോഗങ്ങളുള്ളതും വേദനയുള്ള കർത്താവ് കാണിക്കുന്നുണ്ട്. അതെല്ലാം കർത്താവ് സൗഖ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കക്ഷത്ത് എപ്പോഴും ബലമായിട്ട് ഇങ്ങനെ നീര് വന്ന് കല്ലച്ച് പോയി കിടക്കും. തപ്പി ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബലമായിട്ട് തോന്നും. ആ വ്യക്തിയെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സ്ട്രെച്ചർ ഉപയോഗിച്ച് നടക്കുന്ന വ്യക്തിയെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇന്ന് മുതൽ കർത്താവ് അദ്ദേഹത്തിന് പതുക്കെ സൗഖ്യത്തേക്ക് നയിക്കും. സ്ട്രെച്ചർ ഉപയോഗിച്ചാൽ പോലും പരസഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റാത്ത വ്യക്തിയാണ്. ആ വ്യക്തിയെയും കർത്താവ് ഇനി ഈ സ്ട്രെച്ചർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. ആന്തരിക അവയവങ്ങൾ കരളുകളും അതുപോലെ തന്നെ കുടലും, പിന്നെ ചില എനിക്ക് പേര് അറിയാത്ത ചില അവയവങ്ങളെ, ആന്തരിക അവയവങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട്. രക്തമയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കർത്താവ് ഇടതുവശത്തുള്ള ആന്തരിക ഉദരത്തിൻ്റെ നമ്മുടെ പൊക്കിളിൻ്റെ ഇടതുവശത്തുള്ള അകത്തുള്ള ഒരു അവയവത്തിന്
അത് രക്തമയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തേണ്ട സന്ദേശമുണ്ട്. കുറച്ച് നേരമായി ഇങ്ങനെ മൂക്കിൻ്റെ പെട്ടിയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവൻ അഡിനോയിഡിൻ്റെ രോഗങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കർത്താവ് അവിടെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്കട്ടെ. കണ്ണുകൾ അടച്ചിരിക്കുന്നു, കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല, കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തികർത്താവ് കാണിക്കുന്നുണ്ട്. ആ കണ്ണുകൾ അവർക്ക് തുറക്കാൻ പറ്റും. കണ്ണ് തുറന്ന് കാഴ്ചകൾ കാണാൻ പറ്റും. കണ്ണ് പോളയുടെ പീലിയുടെയോ ആ ഒരു ബലം നഷ്ടപ്പെട്ടതാണ് കാണിക്കുന്നത്. കർത്താവ് അവിടെ അവരെ സൗഖ്യപ്പെടുന്നുണ്ട്. അവരെ കർത്താവിലേക്ക് കടന്ന് ആ വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആശുപത്രി കിടപ്പ് രോഗികളായിട്ടുള്ളവരും കീമോ എടുത്തുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവെ, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ, മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടുന്നത് സാക്ഷിയാക്കാൻ, എന്നെ സാക്ഷിയാക്കണമെന്നാണ് അവരിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തോ നഷ്ടപ്പെട്ടത്, പുതുക്കി കിട്ടാത്ത പാസ്പോർട്ട്, ഇടത് കൈ സാധാരണ പാസ്പോർട്ട് കൊണ്ട് നടക്കുന്ന ഇടത് കൈയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വ്യക്തി പ്രത്യേകം സൂക്ഷിക്കുക. കാര്യം സൂക്ഷിക്കുകയല്ല, അദ്ദേഹം രേഖകളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ പെൻഡിങ് തടസ്സങ്ങളുള്ളത് കർത്താവ് നീക്കുന്ന സമയമാണ്. രേഖ സംബന്ധമായ കാര്യങ്ങൾ, വിസ, പാസ്പോർട്ട്, PR അങ്ങനെയുള്ള എന്തെങ്കിലും രേഖകൾ സംബന്ധമായ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സമുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതുപോലെ ഇടയ്ക്ക് കയറി പറയുകയാണ്. അതുപോലെ തന്നെ വയറിൽ നിന്ന് ഒരിക്കലും വയറിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വയറിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെ എപ്പോഴും തോന്നും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പേടിയാണ്, വയറ്റിൽ ആഹാരം പിടിക്കണില്ല. അങ്ങനെ വ്യക്തിയെ കർത്താവ് ഉദരത്തെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചെറിയ വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, നിർമ്മാണശാലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികൾ വള്ളവും വലയും സമർപ്പിക്കേണ്ടതാണ്. കർഷകരെ അവരുടെ കാർഷിക ഇടങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമഴ പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ കീടനാശിനികളും അതുപോലെ തന്നെ എല്ലാവിധ ക്ഷുദ്രജീവികളും ജന്തുക്കളും നിങ്ങളുടെ പണിപ്പാടുകളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് ഉത്തരം നൽകുന്നുവെന്ന സൂചനയാണുള്ളത്. കാലാവസ്ഥ ഭേദങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ തൊഴിൽ മേഖലയെ ബാധിച്ചിട്ട് കുടുംബങ്ങൾ പട്ടിണിയായി പോകുന്ന അവസ്ഥകളുണ്ട്. കൈകൾ ഒരു കൈ മേലോട്ട് ഉയർത്തിക്കൊണ്ട് ഒരു കൈ കർത്താവിന് നേരെ നീട്ടിക്കൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദുരന്തമുണ്ടാകാമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ അരൂപിയാൽ നിങ്ങൾ കാലാവസ്ഥയെ ശാസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന കാലാവസ്ഥ വ്യതിയാനം കാരണം മനുഷ്യരാശി ഏറെക്കുറെ വളരെയേറെ വേദനിക്കുകയും കഷ്ടപ്പെടുകയും പലരുടെയും ജീവിത മാർഗങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളിൽ കർത്താവെ, കരയുടെയും കടലിൻ്റെ മേൽ അതിനാഥനായ കർത്താവ്, നിൻ്റെ ആണിപ്രധാന വരദരം കാറ്റിനെ സമീപിച്ചുകൊണ്ട് കടലിനെ ശാന്തമാക്കിയതിൻ്റെ വലതുകരം കാലാവസ്ഥകളും നിറയട്ടെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അനുകൂലമായ കാലാവസ്ഥ മനുഷ്യരാശിക്ക് ലഭിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മൗനമായി മുട്ടുനിന്ന് പ്രാർത്ഥിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ മൗന പ്രാർത്ഥനയുടെ സമയമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ കർത്താവിനെ തൊട്ടപ്പോൾ ചിറകുള്ള ഒരു ദൈവിക രൂപമാണ് കണ്ടത്. ഇപ്പോൾ നിങ്ങൾ വേറെ ഒന്നും പ്രാർത്ഥിക്കരുത്. പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഉടമ്പടി ഒരു ചെയ്യുന്ന പദ്ധതിയാണെന്ന് കണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ അപ്പുറത്ത് ഈശോയെ ദൈവസ്നേഹത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഈ ആരാധന മധ്യേ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകുവാൻ, നിത്യജീവനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ മുഴുവനും കൃപകളും സ്വന്തമാക്കാൻ എളിമയോടുകൂടി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. മക്കൾ, 2 അറിയിപ്പുകളുണ്ട്. ഒന്ന്, എല്ലാ ദിവസവും നമുക്ക് രാവിലെ 5:30 അച്ഛൻ നിങ്ങൾക്ക് ഡെയിലി ബ്രെഡ് എന്നുള്ള 12 മിനിറ്റ് നിൽക്കുന്ന ഒരു അതായത് ഒരു നമ്മുടെ 20 വർഷം തികയുന്ന അമ്മയുടെ പ്രത്യക്ഷത 20 വർഷം തികയുന്നതിൻ്റെ സൂചനയായിട്ട് ഇനി അതിൻ്റെ ജൂബിലി പ്രാർത്ഥന വരുമ്പോൾ അച്ഛൻ പറയാം, ഇതുവരെ ജൂബിലി പ്രാർത്ഥന അമ്മ തരുമെന്നുള്ള സൂചനയെ ഞാൻ അനൗൺസ് ചെയ്തായിരുന്നു നേരത്തെ. അപ്പോൾ അതുവരെ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോഴുള്ള 5:30 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ